വായിക്കുന്ന വചനഭാഗങ്ങൾ മൈക്കിലൂടെ വായിച്ച് കേൾപ്പിക്കും. അത് അങ്ങനെ തന്നെ ആണോ എന്ന് പരിശോധിച്ച് വേണം ദൈവമക്കൾ ദൈവവചനം സ്വീകരിക്കുവാൻ. ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്നറിയാമോ? നമ്മൾ എന്ത് പ്രസംഗിച്ചാലും അല്ലെങ്കിൽ ഈ പൊതുസമൂഹം പെന്തക്കോസ്തരെന്ന് കാണുന്ന ഒരു കൂട്ടമാണല്ലോ നമ്മൾ. ആ കൂട്ടം എന്ത് കാര്യം പറഞ്ഞാലും അത് വേദപുസ്തകത്തിലുണ്ടോ എന്ന് പ്രത്യേകിച്ച് ഊന്നൽ കൊടുക്കുന്ന ഒരു സമൂഹമാണ്. അങ്ങനെ ആയിരിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബൈബിളിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. അപ്പോൾ ഒരു കാര്യം ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത്, അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ, എൻ്റെ ചിന്ത അതല്ല, അതൊന്ന് ഞാൻ വായിച്ചു വെക്കുന്നത് ഈ പൊതുസമൂഹം മനസ്സിലാക്കാൻ വേണ്ടി പറയുക. ഒന്ന്, ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ശാന്തമായിട്ട് ഈ പുറത്തുള്ള സമൂഹം മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ ആശിക്കുന്നു. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അടുത്തത്, അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി. ഈ വാക്ക് നിങ്ങളൊന്ന് വരയിട്ട് വെക്കണം, പ്രത്യേകിച്ച് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ. അപ്പോസ്തലന്മാർ പറയുകയാണ്, പൗലോസ്ലീഹ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ. ശ്രദ്ധിച്ച്, നിങ്ങൾക്ക് ഇതിൻ്റെ ആഴം മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കണം. പൗലോസ്ലീഹ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളോടൊരു സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. അതാണ് ഈ പുസ്തക രൂപത്തിൽ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇതിന് വിപരീതമായി ഇനി ഞങ്ങൾ തന്നെ ആകട്ടെ എന്ന് സ്വയം പ്രതിക്കൂട്ടിൽ നിർത്തുക. അതെന്താ അങ്ങനെ പറയാൻ കാരണം? മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ്, രാവിലെ ഒന്ന് പറയും, ഉച്ചയ്ക്ക് വേറൊന്ന് പറയും, വൈകിട്ട് വേറൊന്ന് പറയും. ഇങ്ങനെ തരത്തിനൊത്ത് മാറ്റുന്ന ആളുകളാണ് മനുഷ്യന്മാർ. ചില ആളുകൾ പറഞ്ഞിട്ടില്ലേ, നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ അറിയാം, പറയും യേശു എൻ്റെ വീട്ടിൽ വന്നു, ഇപ്പം എൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. യേശു ഇപ്പം എൻ്റെ കൂടെ താമസമാണ്, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ശരീരത്തിൽ വരുമെന്നൊക്കെ പറയുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം ഇതെങ്ങനെ ഓരോ ദിവസം ഓരോ വെളിവുകേടും കൊണ്ട് ഓരോന്ന് വരും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പൗലോസ്ലീഹ പറയുക, ഞങ്ങൾ നിങ്ങളോടൊരു സുവിശേഷം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിന് വ്യത്യസ്തമായി ഞങ്ങൾ തന്നെ നാളെ മാറ്റി പറഞ്ഞാലും സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ. ഇനി ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നൊരു മാലാക ഇങ്ങനെ വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് വന്നേച്ച് പറയുകയാണ്, ഞങ്ങൾ നിങ്ങളോട് വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. കണ്ടോ? നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന ഈ പുസ്തകത്തിൽ ഇല്ലാത്തതോ ഉള്ളതിന് വിപരീതമായിട്ടോ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ അടുക്ക വന്നാൽ, അത് ദർശനത്തിലൊരു ദൂതനാണെങ്കിലും ശരി, അവൻ ശപിക്കപ്പെട്ടവനാണെന്ന് തിരുവെഴുത്ത് പറയുക. അപ്പോൾ എൻ്റെ കേൾവിക്കാരായ മാന്യ സഹോദരങ്ങൾ അറിയണം, നമ്മുടെ അവസാനത്തെ വാക്ക് ഷമീർ കൊല്ലമല്ല, ആൻസാം അല്ല, ശിംഷോൻ പാസ്റ്റർ അല്ല. നമ്മുടെ അവസാനത്തെ വാക്ക് ദൈവത്തിൻ്റെ വചനമാണ്. ഇനിയിപ്പോൾ വചനം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിൽ ഇല്ലാത്തതോ അതിന് വിപരീതമായിട്ടുള്ളതോ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്നാലും പ്രശ്നമാണ്, ദൂതം വന്നാലും പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ വേണ്ട ആലപ്പുഴയിൽ പിന്നെ കണ്ണിൽ നിന്ന് ചോര വന്നു, കാലിൽ നിന്ന് എണ്ണ വന്നെന്നും പറയുമ്പോൾ ഞങ്ങൾ ഓടാത്തത്. നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം ഈ പുസ്തകത്തിൽ അങ്ങനെ എണ്ണയും ചോരയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ പുസ്തകമാണ് അവസാനത്തെ വാക്ക് എന്നുള്ളത് എൻ്റെ മാന്യ സഹോദരങ്ങൾ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. ഇത് പൗലോസ്ലീഹ പറഞ്ഞ വാക്കുകളാണ്, എൻ്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചുകൊണ്ട് വന്നതല്ല. അപ്പോൾ ഈ ഒരു ഗൗരവത്തിൽ നിന്നുകൊണ്ട് വേണം ഇന്ന് രാത്രി നമ്മൾ ദൈവവചനം ധ്യാനിക്കുക. എങ്കിലേ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അടുത്ത ഭാഗം എന്താ പറയുന്നത്? ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി
ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. കണ്ടോ? ഒന്നുകൂടെ എടുത്തു പറയുക, ഞങ്ങൾ അപ്പോസ്തലന്മാർ നിങ്ങളോട് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് കൈകളിൽ ലഭിച്ചിട്ടുണ്ട്. ഇനി അതിന് വിപരീതമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇനി അതിൻ്റെ ഒരു തെളിവും കൂടെ പറഞ്ഞ് ഞാൻ വചനധ്യാനത്തിലേക്ക് വരാം. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഷമീർ പാസ്റ്ററെ ഒരു സംശയം ചോദിക്കട്ടെ. എന്താ? നിങ്ങൾ മുസ്ലിം ആയിരുന്നല്ലോ. ഉവ്വ. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിരുന്ന ഗ്രന്ഥം ഖുർആനാണല്ലോ. അതെ. ഇപ്പോൾ ഉപയോഗിക്കുന്നത് ബൈബിളാണല്ലോ. അതെ. അപ്പോൾ ഈ ഖുർആനകത്തും ഈ യേശുക്രിസ്തു ഉണ്ടല്ലോ. ഏത്? ഈസാ നബി എന്ന് നിങ്ങൾ പറയുന്നു. അപ്പം ഞങ്ങൾ യേശുക്രിസ്തു എന്ന് പറയുന്നു. ഇത് രണ്ടും ഒന്ന് തന്നെ അല്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ അത് വിട്ടിട്ട് ഇതെടുത്തതെന്ന് ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് രണ്ടും ഒന്നല്ലാത്തത് കൊണ്ടാണ് ഇതെടുത്തത്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ വാചകം ശ്രദ്ധിക്കണം. ഇത് രണ്ടും ഒന്നല്ലെന്ന് എങ്ങനെ അറിയാം? അപ്പോഴാണ് നമ്മൾ പുസ്തകം പരിശോധിക്കുന്നത്. പുസ്തകത്തിൽ പറയുന്ന യേശുക്രിസ്തു ജനിച്ചത് ബത്ലഹേം എഫ്രാത്തയിൽ, വഴിയമ്പലത്തിൽ സ്ഥലമില്ലായക കൊണ്ട് പശുത്തൊട്ടിയിൽ കിടത്തി. ഖുറാനിൽ പറയുന്ന ഈസാ നബി ജനിച്ചത് ഒരു മരുഭൂമിയിലെ ഈത്തപ്പനയുടെ ചവിട്ടിൽ. രണ്ടും രണ്ടല്ലേ? അല്ലേ? ബൈബിളിൽ പറയുന്ന യേശുക്രിസ്തു ആദ്യത്തെ അത്ഭുതം ചെയ്തത് കാനാവിലെ കല്യാണ നാളിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട്. ഇതാ നമുക്ക് ലഭിച്ചിരിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വിപരീതമായിട്ട് പറയുന്നു, അവിടെ ഈസാ നബി ചെയ്ത അത്ഭുതം 2 ദിവസം പ്രായമുള്ളപ്പോൾ തൊട്ടിലേക്ക് കിടന്ന് മനുഷ്യരെ പോലെ സംസാരിച്ചു. 2 ദിവസം. അത് വേറെ ആളല്ലേ? ഉണ്ടെന്നില്ല അല്ലേ? അപ്പം പൗലോസ് പറഞ്ഞ ഈ വചനപ്രകാരം നമുക്ക് ഈ പുസ്തകത്തിൽ പറഞ്ഞു തരാത്തതിന് വിപരീതമായി പറഞ്ഞുകൊണ്ട് വരുന്നത്, അതിന് ദൂതനായാലും സൗദിയെന്നായാലും മക്കേന്നായാലും മദീനെന്നായാലും പോപ്പായാലും അവൻ ശപിക്കപ്പെട്ടവൻ. മനസ്സിലായോ? അതുകൊണ്ടാണ് പറഞ്ഞേ. അപ്പം ഇത് പുറത്ത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ക്രൈസ്തവരായ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ നമുക്ക് മുകളിലിരിക്കുന്ന ഏമാന്മാർ എന്ത് പറയുന്നു എന്നുള്ളതിനല്ല പ്രസക്തി, വേദപുസ്തകം എന്തു പറയുന്നു എന്നുള്ളതിനാണ് പ്രസക്തി. നിങ്ങൾക്കെല്ലാം പച്ചവെള്ളം പോലെ അറിയുന്നൊരു കാര്യമാണ് മദ്യപാനി സ്വർഗരാജ്യം ആന്നേ അവകാശമാക്കത്തില്ലേ? ആന്നോ? ജോടാ മിണ്ടുന്നില്ല. ആന്നോ? ആന്ന്. അവകാശമാക്കത്തില്ല. ഇല്ല. അപ്പം നമ്മുടെ പള്ളിയുടെ മേലധികാരി സഭാധ്യക്ഷൻ നാളെ വത്തിക്കാനിൽ നിന്ന് ഒരു ഓർഡർ അങ്ങ് ഇടുക എന്ന് വെക്കുക. ഉദാഹരണം, ക്രിസ്മസിന് 1/2 ഗ്ലാസ് അടിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റുമോ? പറ. പറ്റത്തില്ല. കാരണം ഇത് പാടില്ലെന്ന് പുസ്തകം പറഞ്ഞിരിക്കുമ്പോൾ ഇനി ഇച്ചിരി ആകാമെന്ന് ലോകത്തിൽ ആര് പഠിപ്പിച്ചാലും അവൻ ശപിക്കപ്പെട്ടവനാ. അപ്പം നമ്മുടെ അവസാനത്തെ വാക്കെന്ന് പറയുന്നത് പെന്തക്കോസുകാരും അല്ല, മർത്തോമക്കാരും അല്ല, CSI അല്ല, യാക്കോബയല്ല, കത്തോലിക്കയല്ല. അവസാനത്തെ വാക്ക് വേദപുസ്തകമാണ്. പുസ്തകത്തിലുണ്ടോ? സറണ്ടർ ചെയ്യുക. വേറെ വകുപ്പൊന്നുമില്ല. പുസ്തകത്തിൽ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് വന്നാൽ അവൻ ശപിക്കപ്പെട്ടവനായിരിക്കട്ടെ എന്നാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നതെല്ലാം ബൈബിളിൻ്റെ അകത്തുകൂടിയാണ്. പുസ്തകത്തിലില്ലാത്ത ഒരു വരി ഞാൻ പറയുകയില്ല, പുസ്തകത്തിലില്ലാത്ത ഒരു വാക്കൊരു വള്ളി പുള്ളി ഞാൻ പറയുകയില്ല. നമുക്കെല്ലാം വേദപുസ്തകത്തിൽ നിന്ന് പരിശോധിക്കണം. അതങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ശബ്ദപരിധിയിൽ കേൾക്കുന്നവരെല്ലാം ദൈവവചനത്തിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്തേ മതിയാകൂ. മനസ്സിലാകുന്നുണ്ടോ? എന്തിനാ ഇങ്ങനൊരു കൺവെൻഷൻ വെച്ചതെന്ന് ചിന്തിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഹോളിൻ്റെ അകത്ത് കടന്നു വന്നിരിക്കുന്ന, ഈ പുറത്തെ കസേരയിലിരിക്കുന്ന, അവിടെ പന്തലിലിരിക്കുന്ന, ഈ പുറത്ത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയാകണമെന്നില്ല. ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ ഈ കൺവെൻഷൻ ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന ഏതെങ്കിലും ഒരൊറ്റ മനുഷ്യന് വേണ്ടി ക്രമീകരിക്കപ്പെട്ടതായിരിക്കും. അങ്ങനെ സംഭവിക്കുമോ പാസ്റ്ററെ? നിങ്ങൾ വേദപുസ്തകം പഠിച്ചാൽ ആസ്യയിൽ വചനം പ്രസംഗിക്കണ്ട എന്ന പരിശുദ്ധാത്മാവ് വിലക്കി. പൗലോസും ശീലാസും ആസ്യയിലേക്ക് പോകാൻ ദൈവാത്മാവ് പറഞ്ഞു അങ്ങോട്ട് പോകണ്ട, എന്നാൽ മൂസ്യ വഴി ബിദുന്യയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു അങ്ങോട്ടും പോകണ്ട. പിന്നെ എങ്ങോട്ട് പോകാൻ പറഞ്ഞു?
മക്കോദോന്യയ്ക്ക് പോകാൻ പറഞ്ഞു. ബൈബിൾ അറിയുന്നവർക്കറിയാം, എടുക്കേണ്ട, നമ്മുടെ ചിന്ത ഇതൊന്നും അല്ല. അപ്പം മക്കോദോന്യയ്ക്ക് പോകാൻ പറഞ്ഞു. എന്തായാലും ദൈവം പറഞ്ഞതല്ലേ എന്നോർത്ത് ആസിയയും വിട്ടു, ബിഥുന്യയും വിട്ടു, മക്കോദോന്യയ്ക്ക് ചെന്നപ്പോൾ എഴുതിയിരിക്കുക, ഒരു പ്രാർത്ഥനാ സ്ഥലം അവിടെ കാണും എന്ന് വിചാരിച്ചു പോയെന്നാ, അല്ലേ? കാരണം പറഞ്ഞു വിട്ടത് ആരാ? ദൈവമാ പറഞ്ഞു വിട്ട മക്കോദോന്യയ്ക്ക് പോകാൻ. അതുകൊണ്ട് ധൈര്യമായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഇരിക്കാൻ ഒരു കസേര പോലും ഇല്ല. എവിടെ ഇരുന്നേ? വേദപുസ്തകം പറയുന്നു പുഴവക്കത്തിരുന്നു. പുഴവക്കത്ത് ആരാ ഉള്ളേ? കുളിക്കാനോ തുണി അലക്കാനോ വരുന്ന ആളുകളാ. അത് മതി. അവിടെ ദൈവവചനം പ്രസംഗിച്ചപ്പോൾ തുണി അലക്കാൻ വന്ന ഒരു സഹോദരി, ലുദിയ എന്ന് പേരുള്ള ഒരു സഹോദരി, തുണി കഴുകാൻ വന്നതാ. അത് ബിസിനസ്സിനോട് ബന്ധപ്പെട്ട് രക്താംബരം വയ്ക്കുന്ന സ്ത്രീ, ആ ചരിത്രം വേറെ ഉണ്ട്. ഒറ്റ വാക്കി പറഞ്ഞാൽ തുണി അലക്കാൻ വന്നതാ. ദൈവത്തിൻ്റെ വചനം കേട്ട് രക്ഷിക്കപ്പെട്ടു. ദൈവാത്മാവ് മക്കോദോന്യയ്ക്ക് അയച്ചത് ഒരൊറ്റ ലുദിയയ്ക്ക് വേണ്ടി. ഇനി മറ്റൊരു സ്ഥലം, ഫിലിപ്പോസ് ഉപദേശിയോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു ആരുമില്ലാത്ത സ്ഥലത്തോട്ട് പോകാൻ. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നിർജ്ജന പ്രദേശം. അതിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്, ആരുമില്ലാത്ത സ്ഥലം. ആരുമില്ലാത്ത സ്ഥലത്ത് പോയി പ്രസംഗിക്കാൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഞങ്ങളെപ്പോലെ കുറച്ച് ഉപദേശിമാർ ആരുമില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ പൊട്ടനെ പോലെ പ്രസംഗിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ ആളുകളൊക്കെ ചിരിക്കും, അയ്യേ ഇവിടെങ്ങും ആരും കേൾക്കാൻ ഇല്ല, ഇങ്ങേർക്ക് വട്ടാണോ എന്നൊക്കെ ചോദിക്കും. ദൈവാത്മാവ് ആരുമില്ലാത്തടത്ത് പോകാൻ പറഞ്ഞാൽ ആരുമില്ലാത്തടത്ത് പോകും. ചിലപ്പം പോസ്റ്റ് ആയിരിക്കും, മരമായിരിക്കും കേൾക്കുന്ന, സാരമില്ല. ആരുമില്ലാത്തടത്ത് പോയപ്പോൾ ദാ രഥത്തിൻ്റെ അകത്ത് യാത്ര ചെയ്തു പോകുന്ന ഒരു മനുഷ്യനെ കണ്ടു. ഐത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി. ആ ഒറ്റ പുള്ളിക്ക് വേണ്ടിയാ അങ്ങോട്ട് അയച്ചത്. ഞാൻ പറഞ്ഞത്, ഇന്ന് രാത്രി ഇവിടെ യോഗം നടക്കുന്നത് ഒരു പക്ഷേ നിങ്ങളിലിരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയാകാം പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി യോഗം ഇവിടെ ക്രമീകരിച്ചതെങ്കിൽ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടും പ്രാർത്ഥനയോടും കൂടെ കേൾക്കുന്ന വചനം ആത്മാവിൽ ധ്യാനിക്കാം. ചിന്തയ്ക്കാധാരമായി 2 വേദഭാഗം വായിക്കാൻ ആശിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22-23. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22-23. ഒന്ന് വായിച്ച് കേട്ടെ ശാന്തമായി. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. എന്നിട്ട് അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഒന്ന് കേട്ടെ, മനുഷ്യൻ ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്നാതിരിക്കേണ്ടതിന്, ശ്രദ്ധിക്കണം, ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാതിരിക്കേണ്ടതിന് മനുഷ്യനെ ദൈവം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അങ്ങനെയാണല്ലോ വായിച്ചത്. ഇനി വെളിപ്പാട് പുസ്തകം 2:7 വായിച്ചേ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് പറയുകയാണ്, ജയിക്കുന്നവന്. വായിച്ച ദേവാസന 7. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. മതി. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞു ഇത് തിന്നാതിരിക്കാൻ വേണ്ടി മനുഷ്യനെ പുറത്താക്കി. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു ഇത് ഞാൻ അവന് തിന്നാൻ കൊടുക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നെന്ന് വിശ്വസിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇത് തിന്നാതിരിക്കാൻ വേണ്ടി പുറത്താക്കി ഈ മനുഷ്യന്മാരെ. വെളിപ്പാട് പുസ്തകത്തിൽ എത്തിയപ്പോൾ ഇത് തിന്നാൻ കൊടുക്കുക എന്ന്. ഈ 2 കാലഘട്ടത്തിനിടയിൽ ഈ മാറ്റം എങ്ങനെ സംഭവിച്ചു? ഇന്ന് രാത്രി നമ്മൾ അതാണ് ദേശത്തോട് ഒരുമിച്ച് വചനത്തിൽ നിന്ന് ധ്യാനിക്കുവാൻ പോകുന്നത്. ഇവിടെ പരിചയപ്പെടുത്തിയ പോലെ എൻ്റെ പേര് ഷമീർ എന്നാണ്. സ്വദേശം കൊല്ലം ജില്ല. ഒരു പാരമ്പര്യ മുസ്ലിം കുടുംബത്തിൽ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും 3 മക്കളിൽ ഒരാളായി ജനിച്ച് വളർത്തപ്പെട്ടു. ചെറിയ പ്രായത്തിൽ തന്നെ മതപഠനത്തിനായി തൊപ്പിയിട്ട് മദ്രസയിൽ കടന്നുപോയി. 7 വർഷക്കാലം സാധാരണ മതപഠനം അനുസരിച്ച് 7ാം ക്ലാസ് വരെയാണ് ഉള്ളത്. അങ്ങനെ ഞാനും എൻ്റെ പെങ്ങന്മാരും മദ്രസയിൽ മതപഠനത്തിനായി കടന്നുപോയ ബാല്യകാലമാണ് എനിക്കുള്ളത്. അന്ന് ഞങ്ങളുടെ നാട്ടിൽ ഈ കൈ കൊട്ടിപ്പാടി ഇങ്ങനെ ബഹളമുണ്ടാക്കുന്ന കലവിലവില എന്നൊക്കെ പറയുന്ന ഈ കൂട്ടരൊന്നും ഞങ്ങളുടെ നാട്ടിൽ ഇല്ല. എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് എന്ന് പറയുന്ന സമൂഹത്തെ ഒന്നും എൻ്റെ നാട്ടിൽ അന്ന് കണ്ടിട്ടില്ല.
എൻ്റെ ഓർമ്മയിൽ, എൻ്റെ അറിവിൽ ഞങ്ങളുടെ നാട്ടിലുള്ള ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് കത്തോലിക്കരായ സഹോദരങ്ങളാണ്. എൻ്റെ വീട്ടിൻ്റെ അയലത്ത് കത്തോലിക്കക്കാരായ സഹോദരങ്ങൾ താമസമുണ്ട്. അപ്പം എൻ്റെ ചിന്തയിൽ ക്രിസ്ത്യാനികളുടെ ദൈവമാണ് ആര്? യേശു ക്രിസ്തു. യേശു ക്രിസ്ത്യാനികളുടെ ദൈവം. മുസ്ലിങ്ങൾക്കൊരു ദൈവമുണ്ട്, അള്ളാഹു. ക്രിസ്ത്യാനികൾക്കൊരു ദൈവമുണ്ട്, യേശു ക്രിസ്തു. ഹൈന്ദവരായ സഹോദരങ്ങൾക്ക് ആവശ്യത്തിലുള്ള ദൈവം അവർക്ക് ഉണ്ട്. ഇതാണ് എൻ്റെ ചിന്തയിലുണ്ടായിരുന്ന കാര്യം ചെറിയ പ്രായത്തിൽ. എന്നാൽ ഞാൻ യൗവന കാലഘട്ടങ്ങളിൽ എത്തിയപ്പോൾ ജീവിതത്തിൽ ദൈവം കടത്തിവിട്ട ചില അനുഭവങ്ങൾ നിമിത്തമാണ് ഒരു ബൈബിൾ എൻ്റെ കരങ്ങളിലേക്ക് വന്നു ചേരുന്നത്. അതിൻ്റെ പിന്നിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്, പങ്കുവയ്ക്കാൻ നേരം എടുക്കുന്നില്ല. ഒത്തിരി വചന കാര്യങ്ങളായി എനിക്ക് പറയാൻ ഇഷ്ടം. അതുകൊണ്ട് സാഹചര്യവശാൽ ഒരു ബൈബിൾ എൻ്റെ കയ്യിൽ വന്നു. ഈ ബൈബിൾ ഒന്ന് വായിക്കാൻ എൻ്റെ ഉള്ളിൽ ഒരു താല്പര്യം തോന്നി. അങ്ങനെ ഞാൻ രഹസ്യമായിട്ടൊക്കെ വല്ലപ്പോഴും ഈ ബൈബിൾ ഒന്ന് വായിക്കാൻ തുടങ്ങിയ ആളാണ്. അങ്ങനെ വായിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മ കണ്ടുപിടിച്ചു, എൻ്റെ ഉമ്മ ജമീല ബീവി കണ്ടുപിടിച്ചു. ബൈബിൾ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി കട്ടിലിനടിയിലോട്ട് ഏറ് വെച്ചു കൊടുത്തു. എന്നിട്ടാകെ ഭ്രാന്ത് പിടിച്ച പോലെ ബഹളമായി. ഈ വീട്ടിൽ ആവശ്യമില്ലാത്ത ബാധയൊക്കെ വിളിച്ചു കയറ്റാൻ എൻ്റെ പടച്ചവനേ എന്നൊക്കെ പറഞ്ഞ് തള്ളയാകെ ബഹളം. എന്നാൽ ഇന്ന് രാത്രി സന്തോഷത്തോടെ തുരുത്തിമൂലയോട് പറയാം, അന്ന് ബൈബിൾ വലിച്ചെറിഞ്ഞ എൻ്റെ ഉമ്മ ജമീല ബീവി ഇന്ന് എവിടെ പ്രാർത്ഥനയുണ്ടെന്ന് തപ്പി നടക്കുക. മനസ്സിലായോ? അപ്പം ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതിനെ എതിർക്കുന്നവരെല്ലാം ഇത് ചുമക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനെ ആരൊക്കെ എതിർത്തിട്ടുണ്ടോ ഒന്നുകിൽ അവൻ ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ ഇതും പ്രസംഗിച്ച് ഈ കവല തോറും നടപ്പുണ്ട്. രണ്ടിലൊന്ന് സംഭവിക്കുമെന്നുള്ളതാണ്. മരിക്കുന്നതിന് മുമ്പ് അവൻ ഈ പുസ്തകം എടുത്ത് പ്രസംഗിക്കുമെന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. അല്ലാതെ ഇതിൻ്റെ അകത്ത് പ്രതികാര നടപടി ചെയ്യുന്ന ഒരു ദൈവം ഇല്ല. ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കണം, തുരുത്തിമൂലക്കാർ മനസ്സിലാക്കണം. ഞാൻ പഠിച്ച യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം അനുസരിച്ച് ആർക്കും ദോഷം വരുത്തുന്ന ദൈവമല്ല യേശുക്രിസ്തു. നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുക, യേശുവേ അപ്പുറത്തെ വീട്ടിലെ രമണി എനിക്ക് ഭയങ്കര ശല്യം ഉണ്ടാക്കുക, അതുകൊണ്ട് രമണിയുടെ മണ്ടയ്ക്ക് ഇടി വെട്ടിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ മണ്ടയ്ക്ക് ഇടി വെട്ടാൻ സാധ്യതയുണ്ട്. കാരണം കർത്താവ് ആർക്കും ദോഷം വരുത്തുന്ന പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അല്ല. അത് നിങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഒരു വരി പെന്തക്കോസ്തുകാരോടും കൂടെ പറയാം. നമ്മുടെ ഇടയിലും കുറച്ച് ക്ഷുദ്രജീവികൾ ഇങ്ങനെ ഇറങ്ങും. ചില എതിർ പ്രാർത്ഥനയുടെ മണ്ഡലങ്ങൾ ഇവന് വട്ടാന്ന് വിചാരിച്ച് വിട്ട് കളഞ്ഞാൽ മതി, അല്ലാതെ വേറെ ദോഷമൊന്നുമില്ല. ദൈവകൃപയിൽ ജീവിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്കെതിരെ ആരെന്ത് കുന്തം ചെയ്താലും പ്രാർത്ഥിക്കുന്നവനൊരു ചുക്കും സംഭവിക്കത്തില്ല. കാരണം നീ കൃപയ്ക്കകത്ത് നിൽക്കുന്നെങ്കിൽ ദൈവം നിനക്ക് തുണയാ. അത് എൻ്റെ വാക്കല്ല, പൗലോസ് പറയുകയാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. അടുത്ത വാക്ക്, ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ അവൻ മതിയായവൻ എന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ആ ദിവസം എന്ന വാക്കിന് പ്രത്യേകതയുണ്ട്. ഏത് ദിവസം? ഒന്നുകിൽ കാഹളം ധ്വനിക്കുന്ന ദിവസം, അല്ലെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന ദിവസം. രണ്ടിലൊന്ന് സംഭവിക്കുന്നത് വരെ എന്നെ സൂക്ഷിപ്പാൻ എൻ്റെ ദൈവം മതിയായവൻ. അതാണ് ഒരു ദൈവവൈതലിൻ്റെ പ്രത്യാശ. നിനക്കെതിരെ ആരെന്ത് ദോഷം ചെയ്താൽ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. ഈ കൃപയിൽ നിൽക്കുന്നിടത്തോളം എന്നാണ് പറഞ്ഞത്. കൃപയിൽ നിൽക്കണം. കുരുത്തക്കേട് കാണിച്ച് കള്ളും കുടിച്ച് നടന്നേച്ച് വല്ല കുഴിയിൽ ചെന്ന് വീണാൽ അതിന് യേശു ഉത്തരവാദിയല്ല. നീ കൃപയിൽ നിൽക്കുന്നിടത്തോളം കർത്താവാ നിൻ്റെ കാവല്. അതുകൊണ്ട് എതിർ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമല്ല യേശുക്രിസ്തു. അപ്പോൾ അന്ന് എൻ്റെ മാതാവ് ബൈബിൾ വലിച്ചെറിഞ്ഞ് ഒത്തിരി വിഷയമൊക്കെ ഉണ്ടാക്കിയെങ്കിലും പിന്നത്തേതിൽ കൃപയാൽ കർത്താവിനെ അറിയുവാൻ ദൈവം ഭാഗ്യം തന്നു. അങ്ങനെ ഈ ബൈബിൾ ഞാനിങ്ങനെ വായിക്കുമ്പോഴാണ് എനിക്ക് ചില സംശയങ്ങൾ തോന്നിയത്. കാരണം ബൈബിളിലെ കഥാപാത്രങ്ങളെ പലതും ഞാൻ മദ്രസയിൽ കേട്ടിട്ടുണ്ട്. അബ്രഹാമിനെ ഇബ്രാഹിം എന്ന് കേട്ടിട്ടുണ്ട്, യാക്കോബിനെ യാക്കൂബ് എന്ന് കേട്ടിട്ടുണ്ട്, ദാവീദിനെ ദാവൂദ് എന്ന് പഠിച്ചിട്ടുണ്ട്, ഇയ്യോബിനെ അയ്യൂബ് എന്ന് പഠിച്ചിട്ടുണ്ട്, നോഹയെ നൂഹ് എന്ന് പഠിച്ചിട്ടുണ്ട്, ശലോമോനെ സുലൈമാൻ എന്ന് പഠിച്ചിട്ടുണ്ട്, യോഹന്നാനെ യഹിയ എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പേരൊക്കെ ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത, ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, കണക്ഷൻ ഉണ്ടോ എന്നറിയുവാനായിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ബൈബിൾ പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ബൈബിൾ വായിക്കും തോറും ഇന്ന് രാത്രി സന്തോഷത്തോടെ തുരുത്തിമൂലയോട് പറയാം, അങ്ങനെ വായിക്കും തോറും ഈ പുസ്തകം കൂടുതൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ ആവേശമുണ്ടായി എന്ന് ഇന്ന് രാത്രി പറയുന്നതിൽ സന്തോഷമുണ്ട്.
അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, അങ്ങനെ ചേർത്ത് പിടിക്കാൻ എന്ത് പ്രത്യേകതയായി ബൈബിളിനുള്ളതെന്ന്. ഞാൻ എവിടെയും ആവേശത്തോടെ പറയുന്ന ഒരു പ്രത്യേകത തുരുത്തിമൂലയോട് പറയാം. ഈ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം ചേർത്ത് പിടിക്കാനും കഴിഞ്ഞ 24 വർഷമായി ഇത് ചുമക്കുവാനും കഴിഞ്ഞ 17 പരം വർഷമായി ഇത് തെരുക്കോണുകളിൽ പ്രസംഗിക്കാനും എനിക്ക് ആവേശം പകരുന്ന കാരണം എന്താണെന്ന് പറയട്ടെ. ഈ പുസ്തകം തുടക്കം മുതൽ ഒടുക്കം വരെ പലതവണ ഞാൻ ആവർത്തിച്ചു വായിച്ച മനുഷ്യനാണ്. ഈ പുസ്തകം തുടക്കം മുതൽ ഒടുക്കം വരെ പലതവണ വായിച്ചിട്ട് ഈ പുസ്തകത്തിന്റെ അകത്ത് ഒറ്റ പേപ്പറിന്റെ അകത്ത് പോലും ഒരു വരി കൊണ്ട് പോലും മതം പഠിപ്പിക്കാത്ത പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഈ ശബ്ദപരിധിയിൽ ലൈവായി ഞാൻ ചോദിക്കുകയാണ്, മതത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. മതപുരോഹിതന്മാർക്കെതിരായി യേശുക്രിസ്തു സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഒരു മതം സ്ഥാപിക്കുവാൻ പഠിപ്പിച്ചിട്ടില്ല. ഒരു മതത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല. മതം സ്ഥാപിക്കാൻ പഠിച്ചിട്ടില്ല. മതത്തിന് വേണ്ടി നിൽക്കാനോ കിടക്കാനോ ഇരിക്കാനോ ചാകാനോ കൊല്ലാനോ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ മതത്തെക്കുറിച്ചൊന്നും പഠിപ്പിക്കാത്ത ദൈവമാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. എന്നിട്ട് നാട്ടുകാർ നമ്മളെ വിളിക്കുന്നത് എന്തുവാ? മതം മാറ്റുന്നു. ഏത് മതം എങ്ങോട്ട് മാറ്റും? ഒന്ന് പറഞ്ഞതാ, ഏത് മതം എങ്ങോട്ട് മാറ്റും? ക്രിസ്തു മതം എന്ന് പറഞ്ഞൊരു മതം ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കാണിച്ചതാ. ഉണ്ടോ? ക്രിസ്തു മതം എന്ന് പറഞ്ഞൊരു മതം ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. മതത്തിൽ ഒന്നാക്കി വെച്ചത് നമ്മളാ, മനുഷ്യന്മാരാ. യേശു പഠിപ്പിച്ചിട്ടില്ല. ഈ തെറ്റിദ്ധാരണയാണ് പൊതുസമൂഹത്തിൽ നിന്ന് ആദ്യം മാറേണ്ടത്. പറഞ്ഞ് ഇതിനെ മതങ്ങളിൽ ഒന്നാക്കി മാറ്റിക്കളഞ്ഞതാ. ഇത് മതമല്ല. മനുഷ്യൻ പറഞ്ഞ് മാറ്റിയ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ നാട്ടിലുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന MC റോഡിൽ ചടയമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അറിയാവോ? കൈവൊക്കെ അറിയുന്നവർ കുറച്ച് പേർക്കൊക്കെ അറിയാം. ഞാൻ നിങ്ങളോട് പരസ്യമായി ഈ ലൈവിലൂടെ പറയുക, കൊട്ടാരക്കര തിരുവനന്തപുരം MC റോഡിൽ ചടയമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പറയും എൻ്റെ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ? എൻ്റെ തലയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല. ഗവൺമെൻറ് റെക്കോർഡിക്കലി ആ സ്ഥലത്തിനൊരു പേരുണ്ട്. അത് ചടയമംഗലം എന്നല്ല, ജടായു മംഗലം എന്നാണ്. എന്നാൽ കാലങ്ങളായി നാട്ടുകാർ പറഞ്ഞപ്പോൾ എന്തായി? ചടയമംഗലമായി. ഞാൻ ഒരുത്തൻ തലകുത്തി എന്ന് പ്രസംഗിച്ചാൽ ഇനി ഇത് മാറുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ബസ്സിൻ്റെ അകത്ത് 2 ബെല്ലടിച്ച് വണ്ടി പോട്ടെ എന്ന് പറഞ്ഞ് വിടുന്ന ആളിനെ നമ്മൾ വിളിക്കുന്ന പേര് കിളിയെന്നാ അല്ലേ? കിളി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടോ? ഇല്ല. കിളി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇല്ല. ക്ലീനർ എന്നാണ് ആ പോസ്റ്റിൻ്റെ പേര്. എന്നാൽ വർഷങ്ങളായി നാട്ടുകാർ പറഞ്ഞ് ഈ കിളി പിന്നെന്തായി? കിളിയായി. നമ്മുടെ നാട്ടിൽ സഹോദരിമാർ പറയും, ചേട്ടാ ഇന്നലെയും കൂടെ പറഞ്ഞിട്ട് മറന്നുപോയി, മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ ഇച്ചിരി കരിയാപ്പല മേടിക്കണമെന്ന്. കരിയാപ്പല എന്ന് പറഞ്ഞൊരില ഉണ്ടോ? ഇല്ല. കറിക്കിടുന്ന വേപ്പില അഥവാ കറിവേപ്പില എന്നാണ് പേരെങ്കിലും പറഞ്ഞ് എന്തായി? കരിയാപ്പല. ഇതൊന്നും തിരുത്തപ്പെടാൻ പോകുന്ന കാര്യമല്ല. അതുപോലെ ഇന്ന് രാത്രി തുരുത്തിമൂലയോട് പറയാം, ക്രിസ്തു മതമല്ല ശരി, ക്രിസ്തു മാർഗമാണ് ശരി. ക്രിസ്തു മാർഗം സമം വഴി. എങ്ങോട്ടുള്ള വഴി? യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. അർത്ഥാൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏക വഴി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാ. കുറുക്കു വഴി ഇല്ല. GPS-നോട് ചോദിച്ചാലും കുറുക്കു വഴിയില്ല. അതുകൊണ്ട് ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കണം, ഇത് മതമല്ല പ്രിയപ്പെട്ടവരെ. പിന്നെ എന്താ ഈ ബൈബിൾ പഠിപ്പിക്കുന്നത്? പറയാം. സൃഷ്ടാവായ ദൈവവും സൃഷ്ടിയായ മനുഷ്യനും തമ്മിലുള്ള ബന്ധം, അതാണ് ഈ പുസ്തകം ലോകത്തോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഒന്നുകൂടി ലളിതമായി ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, സകല മനുഷ്യന്മാരും തൻ്റെ സൃഷ്ടാവിനെ അറിയണം. അർത്ഥാൽ മനുഷ്യൻ പഠിപ്പിച്ചു വെച്ച മതത്തിൻ്റെ കൂടുവിട്ട് നിന്നെയും എന്നെയും സൃഷ്ടിച്ച ദൈവത്തെ കണ്ടുമുട്ടണം. മതം മനുഷ്യൻ പഠിപ്പിച്ചു വെച്ചതാ അല്ലേ? എന്നെ എൻ്റെ ബാപ്പായും ഉമ്മായും പ്രസവിച്ച സമയത്ത് അവർക്ക് എന്നെ വേണ്ടാന്ന് തോന്നി എന്നെ എടുത്ത് ഒരു കോൺവെൻറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി കിടത്തിയച്ച് അവരങ്ങ് പോയെങ്കിൽ എൻ്റെ ജന്മം മുസ്ലിം. ആ കോൺവെൻറ്റിലെ അച്ഛന്മാർ എന്നെ എടുത്ത് വളർത്തിയാൽ എൻ്റെ ദൈവം ആരാ? യേശു ക്രിസ്തു. ഞാൻ ജനിച്ചത് മുസ്ലിമായിട്ട്, എന്നാൽ എൻ്റെ ഓർമ്മ വെച്ചപ്പോൾ എന്നെ വളർത്തിയവർ എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ യേശുവാണ് ദൈവം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചു. ഇതുപോലെ നമ്മളൊക്കെ ഓർമ്മ വെച്ചപ്പോൾ നമ്മുടെ കൺമുമ്പിൽ പാരമ്പര്യമായി ചൂണ്ടിക്കാണിച്ചു വന്നതിനെ നമ്മൾ വിശ്വസിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്ത് ഇന്ന് രാത്രി നമ്മളെ സൃഷ്ടിച്ച ദൈവമാരെന്ന് തിരിച്ചറിയണം. അതാണ് സുവിശേഷം.
അതുകൊണ്ട് ഇന്ന് രാത്രി ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ബൈബിൾ മതം പഠിപ്പിക്കാത്ത പുസ്തകമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം എൻ്റെ ചെറിയ പ്രായം തൊട്ടേ തലച്ചോറിൻ്റെ അകത്ത് കേൾക്കുന്ന എന്താ? മതം. മദ്രസയിൽ കടന്നു പോകുമ്പോഴും മതത്തിന് വേണ്ടി നിൽക്കണം, മതമാണെല്ലാം, മതം മതം മതം, മതത്തിന് വേണ്ടി ചത്താലും കൊന്നാലും എല്ലാം മതം. മതം എന്ന് പറയുന്ന തീവ്രമായ ചിന്താഗതി തലയ്ക്കകത്തിരിക്കുന്ന മനുഷ്യൻ്റെ അടുക്കലേക്ക് മതം പഠിപ്പിക്കാത്തൊരു പുസ്തകം കടന്നു ചെല്ലുമ്പോൾ മരുഭൂമിയിൽ ഒരു ഉറവ കണ്ട ആശ്വാസമാണ്. അതുകൊണ്ട് മതമില്ലാത്ത പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ എന്നെനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. പിന്നെ എന്താ ഈ പുസ്തകം പഠിപ്പിക്കുന്നതെന്നുള്ളത് വളരെ ശാന്തമായി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം ആരംഭിക്കുന്നു. മനോഹരം. ഒരു കാര്യം മനസ്സിലായി, ഈ അണ്ഡകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ഒരു സർവശക്തനായ സൃഷ്ടാവിൻ്റെ കരമുണ്ട്, ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. ദൈവമില്ലെന്ന് പറയുന്നവരൊക്കെ നമുക്ക് ചുറ്റും ഇന്ന് വളർന്നു വരുന്നുണ്ട്. പുതിയൊരു തലമുറ പറയുന്നത് ദൈവമൊന്നുമില്ലെന്നാണ്. പിന്നെ കുറച്ച് പിള്ളേർ പറയുന്നത് ഡിങ്കനാണ് ദൈവമെന്നാണ്. ഡിങ്കൻ, നിക്കറിട്ടൊരു ചുണ്ടലി, അതാണ് ഡിങ്കനാണ് ദൈവം എന്ന് പറയുന്ന പിള്ളേരും നമുക്ക് ചുറ്റും വളരുന്നുണ്ട്. അത്ഭുതപ്പെടാനൊന്നുമില്ല. ദൈവം ഇല്ലെന്ന് പറയുന്ന കുഞ്ഞുങ്ങളുടെ നടുവിൽ ഡിങ്കൻ ദൈവമാണെന്ന് പറയുന്നത് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെയാണ്. അതുകൊണ്ട് ദൈവമില്ല എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് നമുക്ക് ഉറപ്പായും പറയാൻ കഴിയും, ഈ അണ്ഡകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ്, ഒരു ഈശ്വരൻ, ഒരു പടച്ചവൻ, ഒരു ദൈവം, ഇതിൻ്റെ പിന്നിൽ ഒരു ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട്. വേദപുസ്തകം പിന്നെയും പറഞ്ഞു, ചരാചരങ്ങൾ, ഇഴജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി എന്നിങ്ങനെ അടുക്കടുക്കായി ഭൂമിയിൽ സൃഷ്ടിപ്പ് നടത്തുന്ന ദൈവത്തെ ഞാൻ ഈ പുസ്തകത്തിൽ കണ്ടു. മനോഹരം. 6 ദിവസം കൊണ്ട് ഇതിനെയൊക്കെ സൃഷ്ടിച്ച മഹാദൈവം 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുന്ന രംഗം വന്നു. ഉൽപ്പത്തി പുസ്തകം 1:27 മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ കന്നുകാലി ഉണ്ടാകട്ടെ, ഇടജാതി ഉണ്ടാകട്ടെ, പറവജാതി പറക്കട്ടെ, മത്സ്യങ്ങൾ ജനിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഒരു മനുഷ്യൻ ഉണ്ടാകട്ടെ. എന്നാൽ ബൈബിൾ പറയുന്നു അങ്ങനെ പറഞ്ഞല്ല ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. പിന്നെയോ യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് ഒരു മനുഷ്യനെ നിർമ്മിച്ചു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നിലത്തെ പൊടി കൊണ്ട് ദൈവത്തിൻ്റെ കരം തൊട്ടുണ്ടാക്കിയ മനുഷ്യൻ ഈ ഉലകത്തിലെ ഒരു ചരാചരങ്ങൾക്കും ലഭിക്കാത്ത ഒരു വലിയ ഭാഗ്യപദവിയാണ് എനിക്കും നിങ്ങൾക്കും ലഭിച്ചത്. ദൈവത്തിൻ്റെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവൻ മനുഷ്യൻ. ഇനി ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞൊരു പദമുണ്ട്. ഈ ദേശവാസികൾ അത് ശ്രദ്ധിക്കണം, തുരുത്തിമൂലക്കാർ ശ്രദ്ധിക്കണം. 1:27 ഉൽപ്പത്തി 1:27 വായിച്ചാട്ടെ. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. നോക്കൂ, എത്ര മനോഹരമായ പദപ്രയോഗം, എത്ര മനോഹരമാണ് ആ പദപ്രയോഗം. ഇങ്ങനെ ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെ ദൈവം അവരെ ഹിന്ദുവായി സൃഷ്ടിച്ചു എന്നാണോ? അല്ല. ക്രിസ്ത്യാനികളായി സൃഷ്ടിച്ചെന്നാണോ? അല്ല. മുസൽമാനായി സൃഷ്ടിച്ചെന്നാണോ? അല്ല. ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. മതമില്ലാത്ത ദൈവം. ദൈവം ഭൂമിയിൽ ക്രിസ്ത്യാനികളെ സൃഷ്ടിച്ചെന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഷമീർ ഈ പുസ്തകം തൊടുകയല്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ ക്രിസ്ത്യാനി എന്ന പേര് പോലും കളിയാക്കി വിളിച്ചതാണെന്ന് അതിനകത്ത് എഴുതിയേക്കുന്നത്, അല്ലയോ? അന്ത്യോക്യയിൽ വെച്ച് യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ സഞ്ചരിച്ച ശിഷ്യന്മാരെ നോക്കി ജനങ്ങൾ പരിഹസിച്ച് വിളിച്ചെന്നാ. ദേ ക്രിസ്തുവിൻ്റെ അനുയായികൾ പോന്നു, ക്രിസ്ത്യാനികൾ പോന്നു. അല്ലാതെ ദൈവം ഭൂമിയിൽ മനുഷ്യനെ ക്രിസ്ത്യാനികളായി സൃഷ്ടിച്ചില്ല, ഹിന്ദുവായും സൃഷ്ടിച്ചില്ല, മുസൽമാനായും സൃഷ്ടിച്ചില്ല, ആണും പെണ്ണുമായി സൃഷ്ടിച്ചെന്ന് പറയുന്ന പുസ്തകം മനോഹരല്ലേ? ദൈവത്തിന് മതമില്ല. സ്വർഗത്തിലെ സൃഷ്ടാവ് പടച്ചവൻ ഈശ്വരൻ ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കിയാൽ സൃഷ്ടാവിൻ്റെ കണ്ണിൽ ആകെ കൂടെ 2 ജാതികളുടെ മനുഷ്യ, ഒന്ന് ആണും ഒന്ന് പെണ്ണും. ബാക്കിയുള്ള സകല നാശകോടാലി ആരുണ്ടാക്കിയതാ? ഈ ഇരുകാലി മനുഷ്യനുണ്ടാക്കി വെച്ച ഇടങ്ങേറാന്ന്, ഇല്ലയോ? അല്ലെ പണ്ട് യേശുദാസ് പാടി, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണിനടി ഉണ്ടാക്കുന്നെന്ന് അങ്ങേര് പാടിയപ്പോൾ ആരെങ്കിലും യേശുദാസിനെ ഇരുട്ടടി അടിച്ചോ? പറ, അടിച്ചോ? അങ്ങേര് ഇപ്പോഴും അമേരിക്കയിലുണ്ട്. യേശുദാസിനെ ആരും ഇരുട്ടടി അടിച്ചില്ല. കാരണം ഒരു നേരത്തെ അരിയാഹാരം കഴിക്കുന്നവനെല്ലാം ഒരു സത്യം അറിയാം, അങ്ങേര് പാടിയത് ശരിയാന്ന്. ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചത് ഈ മനുഷ്യനാ. മതങ്ങളും ദൈവങ്ങളും എല്ലാം മനുഷ്യനുണ്ടാക്കിയതാ.
ദൈവത്തിന് മതമില്ല. ദൈവത്തിന് മതം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരുത്തനെ ദൈവം എന്ന് വിളിക്കാൻ പറ്റത്തില്ല. കറുത്തവനെ സൃഷ്ടിച്ചവും ദൈവം, വെളുത്തവനെ സൃഷ്ടിച്ചവും ദൈവം. എന്നിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ ദൈവം പറയാ, എനിക്ക് കറുത്തവൻ വേണ്ട, ദളിതം വേണ്ട, വെളുത്തവൻ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുത്തനെ ദൈവം എന്ന് വിളിക്കാൻ പറ്റുമോ? പറ. നീയല്ലേ എല്ലാത്തിനെയും ഉണ്ടാക്കിയേ. എന്നെ ആനക്കമൊക്കെ പോയി. നമ്മൾ ദാവീദിന്റെ കല്ലും കവണയും കേട്ട് പഴകിയോണ്ട് ഇതൊക്കെ അത്ര രസമില്ല. സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ചേ, ദൈവത്തിന് ജാതിയും മതമൊന്നും ഇല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ തലച്ചോറിനകത്ത് മനസ്സിലാക്കണം, ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ചെന്ന വേദപുസ്തകത്തിൽ മനോഹരമല്ലേ? വീണ്ടും വായിച്ചു, അവൻ ആണും പെണ്ണുമായി ദൈവം അവരെ സൃഷ്ടിച്ചു. ഒരു കുടുംബ ജീവിതത്തിലേക്ക് അവരെ ദൈവം നയിച്ചു. എന്നിട്ട് അവർക്ക് പാർക്കാൻ ദൈവം ഒരു സ്ഥലം ഒരുക്കി. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വേഗത്തിൽ 2:8. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. നോക്കൂ, ഇത് ശ്രദ്ധയോടെ കേൾക്കണേ. കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ദൈവം ഉണ്ടാക്കിയെന്ന ഉണ്ടാക്കി. ദൈവം അവിടെ പുതിയൊരു ക്രിയേഷൻ നടത്തി, ഉണ്ടാക്കി. എന്നിട്ട് മനുഷ്യനെ അവിടെ ആക്കി. എന്നിട്ട് എന്ത് ചെയ്തെന്ന് ശ്രദ്ധിച്ചോണം. കാണാൻ ഭംഗിയുള്ളതും തിന്നുവാൻ നല്ല ഫലങ്ങളുള്ളതുമായ ഓരോരോ വൃക്ഷങ്ങൾ, തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തു നിന്ന് മുളപ്പിച്ചു. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ പറഞ്ഞ സംഗതി എവിടാ മുളപ്പിച്ചത്? മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ഈ പറഞ്ഞ, അതായത് കാണാൻ നല്ലതും തിന്നാൻ ഭംഗിയുള്ള ഫലങ്ങളുള്ളതുമായ ഓരോരോ വൃക്ഷങ്ങൾ, കൂടാതെ തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷം എന്നൊരു വൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലവും നിലത്തു നിന്നും മുളപ്പിച്ചു എന്നാണ് വായിച്ചത്. എവിടെ? പറ, മനസ്സിലായവർ പറ. ഏദൻ തോട്ടത്തിൽ. ഏദൻ തോട്ടത്തിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ ഫലം നിലത്ത് നിന്നും മുളപ്പിച്ചു. കൂടാതെ അധ്വാനിക്കാതെ സ്വൈര്യമായിട്ട് തിന്നു കുടിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഓരോരോ വൃക്ഷഫലങ്ങളും തോട്ടത്തിൻ്റെ അകത്ത് സൃഷ്ടിച്ചു. ഇപ്പം ഈ ജീവവൃക്ഷം നിൽക്കുന്ന എവിടാ? പറ, മനസ്സിലായെങ്കിൽ പറ. ചുമ്മാ ഞാൻ പ്രസംഗിച്ചു പോയിട്ട് കാര്യമില്ല. ഇപ്പം ഈ ജീവവൃക്ഷം എവിടാ നിൽക്കുന്നത്? ഏദൻ തോട്ടത്തിൽ ആണല്ലോ. എന്താ ഈ ഏദൻ തോട്ടം? വെളിപ്പാട് പുസ്തകം 2:7 ഒന്നുകൂടെ വായിക്കുമ്പോൾ ഇത് തമ്മിൽ കണക്റ്റ് ആവാൻ പോവുക. ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഇത് തമ്മിൽ ഇപ്പോൾ കണക്റ്റ് ആവും. 2:7 ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിൽ ഉള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. അപ്പം ജീവവൃക്ഷത്തിന്റെ ഫലം എവിടാ? ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം. ഈ ജീവവൃക്ഷത്തിന്റെ ഫലം മുളപ്പിച്ചത് എവിടാ? ഏദൻ തോട്ടം. അപ്പൊ ഏദൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പറുദീസ. കണക്റ്റായോ? അർത്ഥം, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു ദൈവത്തോടൊപ്പം ദൈവിക പറുദീസയിൽ വസിക്കാനുള്ള അനുഭവം. ഇത് മനസ്സിലാക്കിക്കോണം. ഇതൊന്നും ചുമ്മാ കുഞ്ഞുകളിയല്ല. ഇവിടെ ഭൂമിയിൽ അങ്ങ് പെറ്റിട്ടു. എന്തിനാ? ജനിച്ചു പോയില്ലേ, ജീവിക്കണ്ടെന്നാ. എങ്ങനെയെങ്കിലും 70-80 വയസ്സ് വരെ അങ്ങ് ജീവിക്കണം. ജീവിച്ചിട്ടോ പോട്ട് പോകണം. അവിടെ ചെല്ലുമ്പോഴോ 80 വയസ്സ് വരെ ഭൂമിയിലായിരുന്നല്ലോ കുഞ്ഞമ്മേ. ആന്ന് കർത്താവേ, എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനൊക്കെ അങ്ങ് പോയി. എന്നിട്ട് 4 ചാക്ക് അരിയുടെ ചോറ്, 2 ചാക്ക് ചിക്കൻ, 3 ചാക്ക് മട്ടൻ, 2 ചാക്ക് പച്ചക്കറി, ഇത്രയും തീർത്തു 80 വയസ്സുകൊണ്ട്. ഇതിനാണോ നിന്നെ അങ്ങോട്ട് വിളിക്കുന്നത്? എന്നെയും നിങ്ങളെയും ഓരോ മനുഷ്യനെയും ഈ ഭൂമിയിൽ 70-80 വയസ്സ് ആയുസോടെ ദൈവം ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനെയും സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നിങ്ങളുടെ സൃഷ്ടിക്ക് പിന്നിലൊരു ഉദ്ദേശമുണ്ട്. നിങ്ങളുടെ ജന്മത്തിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശമായി ഇന്ന് രാത്രി പറയാൻ പോകുന്ന കേട്ടോണം. ആദിമ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവന് ലഭിച്ച പദവി 1, ദൈവത്തോടൊപ്പം പറുദീസയിൽ വസിക്കാനുള്ള അനുഭവം. 2, അധ്വാനിക്കാതെ വിയർക്കാതെ തിന്ന് സ്വൈര്യമായി ജീവിക്കാനുള്ള അനുഭവം. 3, ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കാനുള്ള അനുഭവം. 4, ദൈവത്തോട് സംസാരിക്കാൻ കഴിയുന്ന അനുഭവം. അങ്ങനെ പറുദീസയുടെ അനുഭവത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. അതുകൊണ്ട്
ആ ആദാമിന് ലഭിച്ച ആ പദവിക്ക് ഒരു പേരുണ്ടായിരുന്നു. അറിയണ്ടേ? ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 38-ാമത്തെ വാക്യം വായിക്കണം. 3:38. 3:38. കൈനാൻ ഏനോശിന്റെ മകൻ, കൈനാൻ ഏനോശിന്റെ മകൻ, ഏനോശ് ശേത്തിന്റെ മകൻ, ഏനോശ് ശേത്തിന്റെ മകൻ, ശേത്ത് ആദാമിന്റെ മകൻ, ശേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ. ഒന്നൂടെ, ആദാം ദൈവത്തിന്റെ മകൻ. ഒന്ന് പറഞ്ഞ എല്ലാവരും, ആദാം. അപ്പൊ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മനുഷ്യന് ലഭിച്ച പദവി എന്താ? ദൈവത്തിന്റെ മകൻ എന്ന പദവി. അപ്പ എന്ന് വിളിക്കാനുള്ള പുത്രത്വം ലഭിച്ച പദവി, പറുദീസയിൽ വസിക്കാനുള്ള പദവി, ദൈവത്തോടൊപ്പം വസിക്കാനുള്ള പദവി, വിയർക്കാതെ അധ്വാനിക്കാതെ സന്തോഷമായ വൃക്ഷഫലങ്ങൾ തിന്ന് ദൈവത്തിൻ്റെ പറുദീസയിൽ ദൈവത്തോടൊപ്പം കഴിയാനുള്ള പദവി. അങ്ങനെ ഒരു മഹത്വകരമായ പദവിയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ഇന്ന് രാത്രി നിങ്ങൾ അറിയണം, ആ മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടം എന്താണെന്ന്. മനസ്സിലായോ? നമ്മുടെ നഷ്ടം എന്തുവാ? ജോലി പോയി, ഓ നഷ്ടം. വീട് പൊളിഞ്ഞു, നഷ്ടം. കൊച്ചിൻ്റെ വിസ ശരിയായില്ല, ഇതൊക്കെയാണ് നമ്മൾ നഷ്ടമെന്നും പറഞ്ഞ് നടക്കുന്നത്. അതുകൊണ്ടെന്താ? ആ നഷ്ടം നികത്താൻ കുറേ ക്ഷുദ്രജീവികൾ ഇറങ്ങിയിട്ടുണ്ട്. യേശുവിലേക്ക് വരൂ, ഓ കടഭാരമോ ശങ്കിക്കണ്ട, ഓ യേശു നിങ്ങളുടെ ബിസിനസ് തകർച്ച മാറ്റും. പിന്നെ യേശുവിനതാ പണി, ബിസിനസ് തകർച്ച മാറ്റാം. യേശു, ഓ ചേച്ചിയുടെ പല്ലിൻ്റെ പോട് യേശു അടയ്ക്കുന്നു. പിന്നെ യേശുവിനതാ പണി, നിന്റെ പല്ലിൻ്റെ ഓടടയ്ക്കല യേശുവിൻ്റെ പണി. വല്ലതും മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ വിഷമം തോന്നും. എനിക്കറിയാം വിഷമം തോന്നും. ഞാൻ നിങ്ങളോട് സത്യസന്ധമായൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ശരിയായ ഉത്തരം തന്നാൽ ഞാൻ തിരുത്തും. ഈ തുരുത്തുമൂലയിൽ നമ്മുടെ ഈ ചർച്ചിൻ്റെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ഏതെങ്കിലും ഒരു വീട്ടുകാരൻ പറയുക, എന്നിരിക്കട്ടെ, ഒരു വീട്ടുകാരൻ പറയുക, ഉദാഹരണമാണേ, ഒരു വീട്ടുകാരൻ പറയാം, ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു വീട് ഉണ്ട്, ഞങ്ങൾ കൊച്ചുങ്ങൾ രണ്ടുപേരും വിദേശത്ത് UK പഠിക്കുന്നുണ്ട്, ഞങ്ങൾ ഭാര്യയും ഭർത്താവും സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്, ഇച്ചിരി അത്യാവശ്യം 1 ഏക്കർ റബ്ബർ ഇവിടെ ഉണ്ട്, അത് വെട്ടുന്നുണ്ട്, അതിൻ്റെ വരുമാനവും ഉണ്ട്, തരക്കേടില്ലാത്ത 2 കാറ് വീട്ടിൻ്റെ മുറ്റത്ത് കിടപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്ന് വരെയും ചോദിച്ചതൊക്കെ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഞങ്ങളിവിടെ സ്വൈര്യമായിട്ട് ജീവിക്കുക. ഇനി ഞങ്ങൾ എന്തിനാ നിങ്ങളുടെ കൂടെ പെന്തിക്കോസി വരുന്നത്? അങ്ങനെ ചോദിക്കാൻ പറ്റുന്ന എത്രയോ ആളുകൾ ഈ തുരുത്തിമൂലയിലുണ്ട്. ഇല്ലെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? എങ്കിൽ ഞാൻ തിരുത്താം. ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന പെന്തിക്കോസുകാർ മാത്രമാണോ നല്ല വീട്ടിൽ താമസിക്കുന്നത്? ആണോ? അല്ലെന്ന്. നിങ്ങൾ ഈ മായാ ലോകത്തുനിന്ന് റിയാലിറ്റിയിലേക്ക് വാ. ഇതൊക്കെ കിട്ടിയത് യേശു വന്നവന് മാത്രമല്ല എന്നുള്ളൊരു സത്യം നിങ്ങൾ തിരിച്ചറിയുക. ഇവിടെ ദൈവം ഇല്ലെന്ന് പറഞ്ഞ് ജീവിക്കുന്ന നിരീശ്വരവാദി തോർത്ത് വിരിച്ച് ഫുട്പാത്തിൽ ഇരുന്ന് തെണ്ടു അല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ദൈവം ഇല്ലെന്ന് പറയുന്ന നിരീശ്വരവാദി ഇവിടെ നല്ല ഫ്ലാറ്റിൽ താമസിക്കുന്നു, അവന് നല്ല BMW, ഓഡി, ബെൻസ്, ജാഗ്വാർ അവൻ്റെ വീട്ടിൽ കിടക്കുന്നു, അവന് നല്ല വീട് വെക്കുന്നു, അവന് നല്ല സമ്പത്ത്, അവൻ്റെ ബാങ്ക് ബാലൻസ് ഉണ്ട്. അവൻ നമ്മുടെ മുമ്പിൽ കൂടെ ബെൻസ് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ചിരിച്ച് ടാറ്റയും കാണിച്ചു പോകുന്നു. അവന് ദൈവവും ഇല്ല, ഒരു കുന്തവും ഇല്ല. അപ്പോഴാണ് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നവൻ ഒരു പാട്ട മാരുതിയും വെച്ച് പറപ്പിക്കുക, കൃപയാൽ ഒരു മാരുതി കാർ. അയ്യോ, അവർ ചിരിക്കുകയല്ലേ? നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വാ, മായാലോകത്തുനിന്ന് വിട്. ഈ മായാലോകത്ത് നിൽക്കുമ്പോഴാണ് ആളുകൾ നിങ്ങളെ പറ്റിക്കുന്നത്. ടാപ്പ് ചെയ്തും പിന്നെ തൊഴിലുറപ്പിന് പോയും കശുവണ്ടി ഫാക്ടറി പോയും ഒക്കെ കിട്ടുന്ന മുഷിഞ്ഞ 10 രൂപ പോലും അടിച്ചുകൊണ്ട് പോകുന്ന ഈ കള്ളന്മാർ. മനസ്സിലായോ നിങ്ങൾക്ക്? പകരം ദൈവദാസൻ ഇവിടെ അധ്യക്ഷനായിരുന്നു പറഞ്ഞപ്പോൾ ഒരു കാര്യമുണ്ട്. സുവിശേഷം എന്ന് പറയുന്ന ഒരു സത്യമാണ്, അതൊരു നേരിൻ്റെ മാർഗമാണ്, വളഞ്ഞ വഴിയല്ല. നമ്മൾ നേര് പറഞ്ഞാൽ ജനം അംഗീകരിക്കും, പൊതുസമൂഹം അംഗീകരിക്കും. നമ്മൾ നേര് പറയണം. ആരെയും ഒരു കാര്യം എൻ്റെ ഈ ശബ്ദപരിധി കേൾക്കുന്ന വിശ്വാസികളായവരും അല്ലാത്തവരോട് ഞാൻ പറയാം, ആരെയും പറ്റിച്ചുണ്ടാക്കുന്ന ഒരു 10 രൂപ പോലും നമ്മുടെ തലമുറകൾ അനുഭവിക്കത്തില്ലെന്ന് മനസ്സിലാക്കണം. ഇല്ല. എത്ര സമ്പത്ത് നീ നേടിവെച്ചാലും
ഈ വെള്ളറുടെ കാട്ടാക്കട മുഴുവൻ നിന്റെ പേരിൽ എഴുതി വാങ്ങിയാലും മോനെ ഒരൊറ്റ ക്യാൻസർ വന്നാൽ തീർന്നു. അത് വരാതെ സൂക്ഷിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, അപ്പുറത്ത് കിടക്കുന്ന തോമാസും ഇപ്പുറത്ത് കിടക്കുന്ന നാരായണൻകുട്ടി ഇവിടെ മര്യാദയ്ക്ക് നല്ല നല്ല ജീവിക്കുക. അവരെന്തിന് യേശുവിൻ്റെ അടുക്കൽ വരണം? അതിൻ്റെ മറുപടിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ തുരുത്തിമൂല സഭ വന്നാൽ ഇവർ തന്നെ ജീവിക്കുന്ന പാട് അവർക്കറിയാം. അവർക്കൊന്നും കൊടുക്കാനൊന്നുമില്ല. പിണങ്ങിയോ? നിങ്ങൾ പിണങ്ങിയാലും സാമ്പാർ പിന്നെ എന്നെ വിളിക്കും. സ്തോത്രം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ നമ്മൾ നേരെ സത്യസത്യമായി വിളിച്ചു പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ജനങ്ങളുടെ ഹൃദയത്തിൽ അത് ബോധ്യപ്പെടും. എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഈ വെള്ളനാടെന്ന് പറഞ്ഞ ഭാഗത്ത് ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി. ഒന്നാം ദിവസം പ്രസംഗിക്കാൻ ചെന്നപ്പം അവിടെ കുറച്ച് ചെറുപ്പക്കാരൊക്കെ പറഞ്ഞു ഇവിടെ നടത്താൻ പറ്റത്തില്ല, അപ്പടി ഇപ്പടി എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അന്നത്തെ ഈ BJP-യിലൊക്കെ പെട്ട കുറച്ച് പിള്ളേർ സെറ്റാണ് അന്ന്, ഇപ്പോഴെങ്ങും അല്ല കേട്ടോ. അപ്പോൾ ഒന്നാം ദിവസത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ആ പിള്ളേർ സംഘാടകരെടുത്ത് വന്നിട്ട് പറഞ്ഞു, നാളെ ഈ വരുന്ന ആളുകൾക്കെല്ലാം ഞങ്ങൾ ബിസ്ക്കറ്റും ചായയും കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അനുഭവം ജീവിതം മറക്കാൻ പറ്റാത്ത അനുഭവം. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളല്ലേ ഇന്നലെ ബഹളം ഉണ്ടാക്കിയത്? അന്നേരം പറയാണ്, അല്ല ഞങ്ങൾ ഇങ്ങനെ കേട്ടിട്ടില്ലെന്ന്. അവർ പറഞ്ഞു, ഇന്നലെ പ്രസംഗിച്ചത് ഞങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായെന്ന് അവർ പറഞ്ഞു. അവർ നോക്കുമ്പോൾ ഈ സ്റ്റേജിൽ കയറി കിടന്ന് അലറി കൂവി തൊണ്ടയ്ക്കകത്ത് മാക്രി വെച്ചിരിക്കുന്ന പോലെ എന്തുവാന്ന് അവന്മാർക്കും മനസ്സിലായില്ല, പ്രസംഗിച്ചവനും മനസ്സിലായില്ല. ഇത് എന്തുവാ ഈ പറയുന്നതെന്ന്. സ്തോത്രം. അപ്പം നമുക്ക് ഗൗരവമായ വിഷയം മനസ്സിലാക്കണം. നമുക്ക് വീടുണ്ടല്ലോ, കാറുണ്ടല്ലോ, ലോറി ഉണ്ടല്ലോ, മക്കൾ സ്വൈര്യമായിട്ട് ജോലിക്ക് എത്തിയല്ലോ, പഠിച്ചല്ലോ, പള്ളിയിൽ പോകുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ഞങ്ങൾ എന്തിനാ വരുന്നതെന്ന് ചോദിച്ചാൽ, കുഞ്ഞെ ഇതൊന്നും കിട്ടിയത് കൊണ്ട് നീ മേപ്പോട്ട് പോകുമെന്ന് അർത്ഥമില്ല. അത് മനസ്സിലാക്കാം. അത് പുസ്തകത്തിൽ നിന്ന് തെളിയിച്ചു തരാം, വെയിറ്റ് ചെയ്യ്. അപ്പം മനുഷ്യന് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ലഭിച്ച പദവി എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പം വസിപ്പാനുള്ള മഹാപദവി, മകൻ എന്ന് പറയുന്ന സ്ഥാനം, പുത്രത്വം. ആ പുത്രത്വത്തിൽ ദൈവത്തെ ആരാധിച്ചും കൊണ്ട് മുന്നോട്ട് പോകുന്ന ആദം ഹവ്വ ദമ്പതികളെ സൃഷ്ടാവിൽ നിന്ന് അകറ്റിക്കളയുവാൻ ഇടയ്ക്കൊരു വില്ലന്റെ രംഗപ്രവേശനം കണ്ടു. ഗൗരവത്തോടെ കാണണം. പിശാച്, ഇബ്ലീസ്, ശൈത്താൻ, സാത്താൻ എന്നൊക്കെ മനുഷ്യന്മാർ പല പേരിൽ പറയുന്ന ഒരു വില്ലൻ രംഗപ്രവേശനം ചെയ്യുക. ഞാനിത് പറയുമ്പോൾ ഈ തുരുത്തിമൂല ശബ്ദപരിധിയിൽ കേൾക്കുന്ന ചെറുപ്പക്കാരായ സഹോദരങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളിപ്പോൾ ജീവിക്കുന്നത് 2026. ഈ 26 കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്നുകൊണ്ട് ഒരു പാസ്റ്റർ വിളിച്ചു പോവുക പിശാചുണ്ടെന്ന്. പിള്ളേർക്ക് ചിലപ്പോൾ ചിരി വരും. കാരണം അവർ ഈ പിശാചെന്ന് പറഞ്ഞാൽ അവർ വിചാരിച്ചിരിക്കുന്നത് പണ്ടില്ല ഒനിടാറ്റിയുടെ പരസ്യത്തിൽ വരുന്ന ഒരു മൊട്ടത്തലേനെ പോലെ കണ്ണും തള്ളി കൊമ്പും വെച്ച് പല്ലു ഊന്തി ഇളിച്ചോണ്ട് വരുന്ന ഒരു രൂപമാണെന്നൊക്കെ ആ പിള്ളേരുടെ മനസ്സിൽ. എന്നാൽ അങ്ങനെയല്ല. വേദപുസ്തകം പിശാചിനെ കുറിച്ച് പറയുന്ന ചില പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. ഒരാത്മാവ് അവനെ പിടിച്ചിട്ട്, ദുരാത്മാവ് അവനെ തള്ളിയിട്ടു, അശുദ്ധാത്മാവെ ഇവനെ വിട്ടു പോക തുടങ്ങിയ പ്രയോഗങ്ങളാണ്. അർത്ഥാൽ ഈ പിശാച് എന്ന് ഞങ്ങൾ പറയുന്ന ഈ വില്ലൻ ഒരു മാനുഷിക ശരീരമുള്ളവനല്ല, ഇരുട്ടിൻ്റെ ആത്മാവാണവൻ. ഈവിൾ സ്പിരിറ്റ്. അത് മനുഷ്യനെ സ്വാധീനിക്കുന്നവനാണ്. അതിന് തെളിവുണ്ടോ ഉപദേശി? 100 തെളിവ് തരാം. നോക്ക്, കളിക്കുവാൻ മൊബൈൽ കൊടുത്തില്ല എന്ന കാരണത്താൽ 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച പെറ്റതള്ളയുടെ കഴുത്ത് അറുത്തുമാറ്റിയ 14 വയസ്സുകാരൻ. ഒരു നേരമെങ്കിലും അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും പറയുമോ ഇത് ചെയ്യിച്ചത് ഏതെങ്കിലും ഈശ്വരൻ്റെ ആത്മാവാണെന്ന്? അല്ല, അവൻ്റെ ബുദ്ധി ചെയ്തതാണെങ്കിൽ 14 വർഷം അവൻ്റെ വീട്ടിൽ തന്നെയല്ലേ ഈ അമ്മ ഉണ്ടായിരുന്നത്. എന്താ ചെയ്യാഞ്ഞേ? ഇരുട്ടിൻ്റെ സ്വാധീനത്തിൽ അകപ്പെടാനുള്ള പ്രായത്തിലേക്ക് പ്രവേശിക്കുന്ന ഇവിടുത്തെ യൂത്തിനെ, ഇവിടുത്തെ യുവതലമുറയെ, ആമേൻ, 1000 രൂപയും ഒരു പൈൻ്റ് കുപ്പിയും മേടിച്ചു കൊടുത്താൽ ആരുടെ കയ്യും കാലും വെട്ടാനും കഴുത്തറുക്കാനും മടിയില്ലാത്ത ഒരു പറ്റം യുവജനങ്ങളെ ഇവിടെ വാർത്തെടുക്കുന്നതിൻ്റെ പിന്നിലെ വില്ലൻ ഈ ഇരുട്ടിൻ്റെ ആത്മാവാണ്.
അതുകൊണ്ടാണ് മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് ഇതിനൊരു തടയിടാൻ ഈ കൊച്ചു കേരളത്തിൽ കഴിയാത്തത്. അത് പിണറായി സഖാവായാലും VD സതീശനായാലും ഇനി മൂന്നാമതൊരു ഗവൺമെൻറ് വന്നാലും ഈ നാട്ടിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ തുടച്ചു നീക്കാൻ കഴിയത്തില്ലെന്ന് എഴുതി വെച്ച് തരാം. അതിൻ്റെ കാരണം പിശാചിനെ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഇന്ത്യൻ ഭരണഘടനയ്ക്കില്ല. കൊച്ചു കേരളത്തിൽ മാത്രമല്ല ഇത് നടക്കുന്നേ. ഏത് മതവിഭാഗം ഭരിക്കുന്ന രാജ്യങ്ങളിൽ നിങ്ങൾ നോക്ക്, ഇത് തടയിട്ട് പൂർണ്ണമായി ഒരു കുറ്റകൃത്യം പോലും ഇല്ലാത്ത ഒരു രാജ്യം ഇന്ന് വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? മനുഷ്യൻ എവിടൊക്കെ ഉണ്ടോ അവിടെയെല്ലാം അവനെ സ്വാധീനിക്കുന്ന ഈ ഇരുട്ടിൻ്റെ ആത്മാവ് അവനെ തിന്മയിലേക്ക് വലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇരുട്ടിൻ്റെ ആത്മാവ് ഏദൻ തോട്ടത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം. എന്താ ബ്രദറെ? ഒരു വീട് വെക്കത്തില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന മണ്ഡലങ്ങൾ. നീ വീട് വെക്കുന്നതിന് പിശാചിന് എന്നാ? അല്ല, ഒന്ന് പറഞ്ഞതാ എനിക്ക് സീനിയറായിട്ടുള്ള ദൈവദാസന്മാരോട് എനിക്കൊന്ന് പറഞ്ഞുക. നീ വീട് വെക്കുന്നതിന് പിശാചിന് എന്നാ? ഒരു കാറ് മേടിക്കത്തില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന മണ്ഡലങ്ങൾ. നീ കാറ് മേടിക്കുന്നതിന് പിശാചിന് എന്നാ? എടാ, ഇവിടെ കഞ്ചാവും MDMA വിറ്റവൻ കാറ് മേടിക്കുന്നു, അവനെ തടയുന്നുണ്ടോ? ഇല്ല. ഇവിടെ അബ്കാരികൾ വീട് മേടിക്കുന്നു, ലോറി മേടിക്കുന്നു, എസ്റ്റേറ്റ് വാങ്ങിക്കൂട്ടുന്നു. ഏതെങ്കിലും പിശാച് തടയുന്നുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം പറ്റത്തില്ല. പിന്നെ അന്തരീക്ഷ മണ്ഡലത്തിൽ ശത്രു തടഞ്ഞു വെക്കുന്നു. നമ്മൾ പർവേഷനെ കാണുന്ന പ്രവാചകനെ വിളിച്ച് ബന്ധനം പൊട്ടിക്കുന്ന എന്നൊക്കെയാ. നമ്മളെ വേറെ ലോകത്താക്കി കളഞ്ഞു. അതാ പ്രശ്നം. നിങ്ങളൊന്ന് പറ, സാക്ഷാൽ മുഖ്യമന്ത്രി ആയിരിക്കുന്ന VD സതീശൻ ഒരു മകനുണ്ടെങ്കിൽ ആ മകൻ കാട്ടാക്കട വെള്ളറട പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിളിനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? പറ, ഉണ്ടോ? അയ്യോ സാറേ, എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ, ഞാൻ അറിയാതെ ഹെൽമെറ്റ് വെക്കാൻ മറന്നു, വല്ലതും പറയുമോ? അപ്പോൾ നേരെ നിന്നിട്ട് ഒറ്റ ചോദ്യം ചോദിക്കും, സാറേ എൻ്റെ പാപ്പ ആരാന്ന് അറിയാവോ? പിന്നെ ആര് സാറേ എന്ന് വിളിക്കും? പിന്നെ പോലീസുകാരൻ ഇങ്ങോട്ട് വിളിക്കും, സാറേ പപ്പായോടൊന്നും പോയി പറഞ്ഞേക്കല്ലേ എന്ന്. നമ്മുടെ ദൈവം ആരാ? നമ്മുടെ ദൈവം ആരാ? ഈ അണ്ടകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ച മഹാദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വം പ്രാപിച്ചിട്ടിരിക്കുക. എന്നിട്ട് എൻ്റെ ദൈവം ആരാന്ന് നിനക്കറിയാവോന്ന് ചോദിക്കാൻ പ്രാഗൽഭ്യമുള്ള നമ്മൾ, അത് പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ ലോകത്തെ വിധിക്കും, പോരാ നിങ്ങൾ ദൂതന്മാരെ. ആരാ പുള്ളികൾ? അറിയാമോ? ഈ ലോകം യേശുക്രിസ്തു ഭരിക്കുന്നൊരു ദിവസം വന്നുകൊണ്ടിരിക്കുക. ആ നീതിയുള്ള ഭരണകൂടം വെളിപ്പെടുമ്പോൾ കുട്ടി MLA MP ഒക്കെ ആയിട്ട് ഇരിക്കേണ്ട പുള്ളികളാ. ഇത് ഇപ്പം കേൾക്കുമ്പോൾ ചിലർക്ക് ചിരി വരും. കാത്തിരുന്നോ, നീതിയുള്ളൊരു ഭരണം വെളിപ്പെടാൻ പോവുക. ഞങ്ങൾ ഉപദേശിമാർ പണ്ട് കാലം തൊട്ട് പറഞ്ഞതൊക്കെ അന്നും ചിരിച്ചു തള്ളിയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മുടെ അപ്പച്ചന്മാർ സ്റ്റേജിൽ നിന്നുകൊണ്ട് പറയായിരുന്നു, അന്ത്യകാലത്ത് 2 പ്രവാചകന്മാർ ഭൂമിയിൽ വന്ന് പ്രവചിച്ച് അവർ കൊല്ലപ്പെടും, അവരുടെ ശവം തെരുവീതിയിൽ കിടക്കും, 3.5 ദിവസം കൊണ്ട് ഭൂലോകമൊക്കെയും അവരുടെ ഡെഡ് ബോഡി കാണും എന്നൊക്കെ പറഞ്ഞപ്പോൾ പണ്ട് ഇതേപോലെ ആളുകൾ ചിരിച്ചു. പിന്നെ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു മുക്കിലും മൂലയിൽ 2 പേര് ചത്തു കിടന്നാൽ 3.5 ദിവസം കൊണ്ട് ലോകം മൊത്തം എങ്ങനെ കാണുമെന്ന് മുമ്പിലിരിക്കുന്നു. 3.5 ദിവസം പോയിട്ട് 3.5 മിനിറ്റ് വേണ്ട, പ്രസംഗിക്കുന്നത് തത്സമയം അമേരിക്കയിലിരിക്കുന്നവനും യൂറോപ്പിലിരിക്കുന്നവരെല്ലാം ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് എത്തി. ഉപദേശിമാർ മാപ്പ് പറയേണ്ടി വന്നില്ല. വേദപുസ്തകത്തിൻ്റെ പ്രവചനം ഇന്നും നിവൃത്തിയായിക്കൊണ്ടിരിക്കുക. അതുപോലെ ഞങ്ങൾ ഇന്ന് പറയും, യേശുക്രിസ്തു നീതിയോടെ ഭരിക്കുന്നൊരു ദിവസം വരും. അന്നേ ദൈവമക്കൾക്ക് നീതി ഉള്ളോ? അല്ല, ഇവിടെ കുറേ എണ്ണം കിടന്ന് മുദ്രാവാക്യം വിളിക്കുക. പെന്തിക്കോസുകാർക്ക് സ്വന്തമായിട്ട് MLA വേണം, MP യോനൊക്കെ വട്ടാണോ? പഠിച്ച് 10ാം ക്ലാസ്സിൽ നിന്ന് അംഗനവാടിയിലോട്ട് പോവുക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇപ്പം ഞാൻ ബോധ്യപ്പെടുത്തി തരാം. സാമ്പാസ്റ്റർ ഈ ചർച്ചിലുള്ളൊരു സഹോദരനെ ചൂണ്ടിക്കാണിച്ച്, ഈ ചർച്ചിൽ ആരാ? പേരെന്തുവാ? വിനോദ് എന്ന് പറയുന്ന ആൾ ഈ ചർച്ചയിൽ നിന്ന് നാളെ MLA MP ആയെന്ന് ഇരിക്കട്ടെ, ഉദാഹരണം. നമ്മൾ രോമാഞ്ചം, തുരുത്തിമൂല സഭ എന്നൊരു MLA, ഇദ്ദേഹം അവിടെ അങ്ങോട്ട് ചെന്നു, സ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് കയറി.
അടുത്ത ആഴ്ച ഒരു വിളി വന്നു, സർവ മതസൗഹാർദ്ദ സമ്മേളനം. വിശിഷ്ട വ്യക്തി MP അല്ല MLA വിനോദ് MLA അവിടെ ചെന്നേച്ച് മൈക്കെടുത്തിട്ട് മറ്റൊരുത്തനിലും രക്ഷയില്ല. പറയുമോ? പിള്ളേർ പിടിച്ച് ഭിത്തിയാൽ ഒട്ടിച്ചേച്ച് വിടും അല്ലേ? അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നൈസായിട്ട് പറയും, കൃഷ്ണനും ക്രിസ്തുവും മുഹമ്മദും എല്ലാം ഒന്ന് തന്നെ. അവിടെ തീർന്നോ പെന്തിക്കോസ്? അതാണ്ട പോയി. അവർ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്നവർക്ക് പരിമിതികളുണ്ട്. ഒരു ദൈവ പൈതലിന് വചനത്തിൻ്റെ പ്രമാണത്തിൽ നിന്നുകൊണ്ട് ഒരിക്കലും രാഷ്ട്രീയം കളിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്, രാഷ്ട്രീയം കളിക്കാൻ നിയോഗിക്കപ്പെട്ടവർ ഈ പരിസരത്തുണ്ട്. അവരത് ചെയ്തോളും, അന്തസ്സായിട്ട് ചെയ്തോളും. നമ്മൾ അവർക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. അല്ല, നമ്മൾ ഇനി അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് രാഷ്ട്രീയത്തിൻ്റെ അകത്ത് കോലിട്ട് ഇളക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ള കാര്യം ദൈവമക്കൾ മനസ്സിലാക്കണം. വിഷയത്തിലോട്ട് തിരിച്ചു വരിക. അപ്പോൾ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് ഈ സൃഷ്ടിയായ മനുഷ്യനെ അകറ്റുക എന്ന ഏക ലക്ഷ്യമേ ഈ ഇരുട്ടിൻ്റെ ആത്മാവിനുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു കാര്യം തിരിച്ചറിയണം. നിങ്ങൾ വീട് വെച്ചെന്നോ നിങ്ങൾ കാറ് മേടിച്ചെന്നോ ലോറി, ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവൻ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, നിങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിക്കരുത്. നമ്മുടെ നാട്ടിലും ആ പ്രശ്നമേ ഉള്ളൂ. കള്ളു കുടിച്ച് നടന്ന പ്രശ്നമില്ല, മുണ്ട് മടക്കി കുത്തി റോഡിൽ നിന്ന് തെറി വിളിച്ച പ്രശ്നമില്ല, തുണി ഇല്ലാണ്ട് കുളിച്ച് ഓടെ കിടന്ന പ്രശ്നമില്ല. നാളെ മുതൽ അവൻ വെള്ള ഉടുപ്പ് ഇട്ടുകൊണ്ട് കുടിക്കല്ലേ എന്ന് പ്രസംഗിച്ചാൽ കൊച്ചു പിള്ളേർക്ക് വരെ അവനെ തല്ലിയാ കൊള്ളാമെന്ന് തോന്നുക. തല തിരിഞ്ഞ ലോകം, നേരെ നടക്കാൻ സമ്മതിക്കുകയല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ ലോകം ഇവൻ്റെ അധീനതയിൽ കിടക്കുന്ന കാലത്തോളം അവൻ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നിങ്ങൾ ദൈവത്തിനു വേണ്ടി ജീവിക്കരുത്. നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊള്ളാവുന്ന ഭർത്താവായി നിങ്ങൾ ജീവിക്കരുത്. മക്കൾക്ക് കൊള്ളാവുന്ന അപ്പനായി ജീവിക്കരുത്. കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് തണലായി മാറരുത്. ഇതൊക്കെയാണ് ഇരുട്ടിൻ്റെ ആത്മാവിൻ്റെ ചിന്ത. ഇതൊക്കെയാണ് പൈശാചിക ലക്ഷ്യങ്ങൾ. അല്ലാതെ ഭൗതികമായ നന്മകളൊന്നും മുടക്കുന്നതിലല്ല. ഇതാദ്യം ദൈവമക്കൾ മനസ്സിലാക്കണം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില ആളുകൾ പറയും, പാസ്റ്ററെ ഞങ്ങൾ ഈ പെന്തിക്കോസിൻ്റെ അകത്ത് തുള്ളാനും കൈയടിക്കാനും പിന്നെ കലവിലാന്ന് പറയാനും സ്നാനപ്പെടാനും ഒന്നും ഞങ്ങൾ വന്നില്ലെങ്കിലും ഇന്നുവരെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിനെല്ലാം യേശു അപ്പം ഞങ്ങൾക്ക് മറുപടി തന്നിട്ടുണ്ട്. ഞങ്ങളൊരു ചെറിയ വീട് ചോദിച്ചു, കർത്താവ് ഒരു നല്ല വീട് തന്നു. ഒരു ചെറിയ കാറ് ചോദിച്ചു, 2 കാറ് തന്നു. 2 മക്കളെ ചോദിച്ചു, 5 മക്കളെ തന്നു. 1 സെൻറ്റ് ചോദിച്ചു, 1 ഏക്കർ റബ്ബർ തന്നു. ഇന്നുവരെയും എല്ലാം ദൈവം തന്നിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് ദൈവം എന്നെ എല്ലാം കാണിക്കും. അതെന്തുവാ? ദർശനം കാണിക്കും. എന്നെ കാണിച്ച് ദൈവം എല്ലാം എന്നെ കാണിക്കുമെന്ന്. ശരിയാ. ഇതിന് നമുക്ക് എതിർവാദം ഇല്ല. കാരണം എന്താ? വേദപുസ്തകത്തിൽ അത് ശരിവെക്കുന്ന വേദഭാഗമുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോ, ഒന്ന് വായിച്ചു കൊടുത്തേ. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ എല്ലാവരും ഒന്ന് കേട്ടോണം, കാത് തുറന്ന്. 10:1 കൈസര്യയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നേല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും 1 അവൻ ഭക്തൻ 2 തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി. നോക്ക് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച്. 1 അവൻ ഭക്തൻ, 2 കുടുംബമായി ദൈവഭയമുള്ളവൻ, 3 ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും. പുണ്യപ്രവർത്തി ചെയ്യുന്നവൻ. ധർമ്മം കൊടുക്കും, ആര് ചോദിച്ചാലും കൊടുക്കും. അപ്പുറത്തൊരു കൺവെൻഷൻ ഉണ്ടെങ്കിൽ കസേര എൻ്റെ വക, അങ്ങനെ മനസ്സുള്ള മനുഷ്യനാ. പുണ്യപ്രവർത്തി ചെയ്യുന്നവൻ. 4 എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും എപ്പോഴും പ്രാർത്ഥിക്കും. അയ്യോ, പെന്തിക്കോസുകാർക്ക് പോലും ഇല്ലാത്ത ഗുണമാണ്. എപ്പോഴും പ്രാർത്ഥിക്കും. നമ്മളെക്കാളൊക്കെ പ്രാർത്ഥിക്കുന്ന പുള്ളിയാ. 4 ഗുണങ്ങൾ. പഞ്ചായത്ത് മെമ്പർ പറഞ്ഞ ഗുണമല്ല, നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തിയ ഗുണമല്ല, പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൽ സാക്ഷ്യപ്പെടുത്തിയ 4 ഗുണങ്ങൾ. ഇനി 5-ാമത്തെ ഗുണം ഒന്ന് വായിച്ചേ. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ
അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. അപ്പൊ അഞ്ചാമത്തെ ഒരു യോഗ്യത കൂടെ കിട്ടി, ദർശനം കണ്ടു. ഓ, ദൂതനകത്ത് വരുന്ന സ്പഷ്ടമായി കണ്ടു. കണ്ടോ? 5 യോഗ്യത. എന്നെ ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ദൂതൻ പറഞ്ഞ വാക്കെന്താ? വയറ് കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നത് കേട്ടു. കൊർന്നല്യോസേ എന്ന് ദൂതൻ വിളിച്ചു. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. എന്താ കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. നിൽക്കട്ടെ, എന്നെ ശ്രദ്ധിച്ചേ. കൊർന്നല്യോസേ, എന്താ കർത്താവേ, നിന്റെ ആ പ്രാർത്ഥനയും നിന്റെ ആ പുണ്യപ്രവർത്തികളും ദൈവത്തിന്റെ മുമ്പിൽ എത്തി. ദൈവം എവിടാ വസിക്കുന്നത്? ദൈവം എവിടാ വസിക്കുന്നത്? അത്യുന്നതൻ സ്വർഗത്തിൽ വസിക്കുന്നു. അപ്പൊ ഇവന്റെ പ്രാർത്ഥനയും പുണ്യപ്രവൃത്തിയും ഒക്കെ എവിടെ എത്തി? സ്വർഗത്തിലെത്തി. കണ്ടോ? ഇപ്പം പെന്തക്കോസുകാരനാണോ? അല്ല. അവന്റെ പ്രാർത്ഥനയും അവന്റെ പുണ്യപ്രവൃത്തിയും എവിടെ എത്തി? സ്വർഗത്തിലെത്തി. എന്നിട്ട് അടുത്ത വാക്കെന്താ പറഞ്ഞേ? യോപ്പയിലേക്ക് ആളയച്ച്. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്നൊരുവനോട് കൂടെ പാർക്കുന്നു. നിൽക്കട്ടെ, ഇനി എന്നെ ശ്രദ്ധിച്ചേ. നിന്റെ പ്രാർത്ഥനയും നിന്റെ പുണ്യപ്രവർത്തികളും സ്വർഗത്തിലെത്തി. സന്തോഷം. അപ്പൊ ഒരു കാര്യം ചെയ്യണം. എന്താ? യോപ്പയിലേക്ക് ആളിനെ വിട്ട് അവിടെ പത്രോസ് എന്ന പേരുള്ള ഒരു ഉപദേശിയുണ്ട്. ആ ഉപദേശിയെ വീട്ടിലോട്ടൊന്ന് വിളിപ്പിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചേ. അവിടെ വെച്ച് തുരുത്തിമൂലയിലെ പലരും പറയുന്ന പോലെ, പറയാൻ സാധ്യതയുള്ളത് പോലെ കൊർന്നല്യോസിന് ദൂതനോട് പറഞ്ഞൂടെ? ദൂതൻ, ഹലോ, ഒരു മിനിറ്റ്, നിക്ക്. ഞാൻ ഭക്തനല്ലേ? അല്ലേ? അതെ. കുടുംബമായിട്ട് ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? ഇല്ലേ? ഉണ്ട്. പുണ്യപ്രവർത്തികൾ ചെയ്യുന്നില്ലേ? ഓ. എപ്പോഴും പ്രാർത്ഥിക്കുന്നില്ലേ? അതെ. എൻ്റെ പ്രാർത്ഥനയും എൻ്റെ പുണ്യപ്രവൃത്തിയും സ്വർഗത്തിലെത്തിയില്ലേ? എത്തി. മറുപടിയായിട്ട് ദൂതനും വന്നില്ലേ? വന്നു. ഇനി ഞാൻ എന്തിനാ ഈ കണ്ട ഉപദേശിമാരെയൊക്കെ എൻ്റെ വീട്ടിൽ വിളിപ്പിക്കേണ്ട കാര്യം? അയാള് പത്രോസ് എന്നല്ലേ പറഞ്ഞേ? അതെ. പണ്ടെങ്ങാണ്ട് മീൻ പിടിച്ചോണ്ട് നടന്ന ആള്. ഇപ്പോഴെങ്ങാണ്ട് വെള്ള ഉടുപ്പ് ഇട്ട് ജുബായൊക്കെ ഇട്ട് ഉപദേശി പണിക്ക് നടക്കുന്ന ആള്. അങ്ങനെയൊക്കെ എൻ്റെ വീട്ടിൽ വിളിപ്പിക്കേണ്ട കാര്യം എന്താ? ഓൾറെഡി എനിക്ക് വീടുണ്ട്, ഓൾറെഡി ഞാൻ പട്ടാളക്കാരനാണ്, സമ്പത്തിന് എൻ്റെ വീട്ടിൽ കുറവില്ല. അതൊക്കെ ഭൗതികം പോട്ടെ. ആത്മീയമായി ഞാൻ ഭക്തനാണ്, ദൈവഭയമുള്ളവനാണ്, പിന്നെ പുണ്യപ്രവൃത്തി ചെയ്യുന്നു, ധർമ്മം കൊടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദർശനം കാണുന്നു. എൻ്റെ പ്രാർത്ഥനയും എൻ്റെ പുണ്യപ്രവൃത്തിയിലും സ്വർഗത്തിലും എത്തി. ഇനി ഞാൻ എന്തിനാണ് ഈ ഉപദേശിയൊക്കെ എൻ്റെ വീട്ടിൽ വിളിക്കേണ്ട കാര്യം എന്താ? ചോദിച്ചൂടെ? ഒരൊറ്റ മറുപടി ഉണ്ട്. മോനെ കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ പുണ്യപ്രവൃത്തിയും അവിടെ എത്തി, സ്വർഗത്തിലെത്തി. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, നീ അവിടെ എത്തത്തില്ല. മനസ്സിലായോ? ഈ ഉപദേശിയെ വിളിക്കാൻ പറഞ്ഞത് നീ അവിടെ എത്താൻ വേണ്ടിയാ. നീ അവിടെ എത്താൻ വേണ്ടിയാ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം നിന്നെ സ്നേഹിക്കുന്നെന്ന്. നല്ല മനസ്സുള്ളവനാ നീ ദൈവ ഭയമുള്ളവനാ. നീ ആര് ചോദിച്ചാലും വാരിക്കോരി കൊടുക്കാൻ നന്മയുള്ള മനസ്സുള്ളവനാ. നീ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാ. നീ ദർശനം കാണുന്നവനാ. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന് നിന്നോട് സ്നേഹമുണ്ട്. ഇത്രയും നല്ല മനസ്സുള്ള നീ ഒരിക്കലും നരകത്തിന്റെ പടുകുഴിയിൽ വീഴരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഉപദേശം നിന്റെ വീട്ടിൽ വിളിപ്പിക്കാൻ പറഞ്ഞത്. ഇന്ന് രാത്രി നല്ല മനസ്സുള്ളവർ ഈ പരിസരത്തുണ്ട്. ഇന്ന് രാത്രി ഞങ്ങളെക്കാൾ നന്നായി പ്രാർത്ഥിക്കുന്നവരാ നിങ്ങൾ സമ്മതിച്ചു, പുണ്യപ്രവൃത്തി ചെയ്യുന്നവരാ സമ്മതിച്ചു, ദർശനം കാണുന്നുണ്ട് സമ്മതിച്ചു, അത്യാവശ്യം നല്ല സാമ്പത്തികമുണ്ട് സമ്മതിച്ചു, പട്ടാളത്തിലല്ലെങ്കിലും നല്ല ജോലിയും നിങ്ങൾക്കുണ്ട് സമ്മതിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ ഒരിക്കലും നരകത്തിന്റെ പടുകുഴിയിൽ പതിക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ സുവിശേഷം ഇന്ന് രാത്രി നിങ്ങളുടെ കാതുകളിൽ പരിശുദ്ധാത്മാവ് അയക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ എന്ത് സംഭവിച്ചെന്ന്? ആ പട്ടാളക്കാരൻ പത്രോസിനെ വീട്ടിൽ വിളിപ്പിച്ചു. പത്രോസ് വീട്ടിൽ വന്നു ദൈവവചനം പ്രസംഗിച്ചു. ആ 10-ാം അധ്യായം ഇന്ന് രാത്രി സ്വൈര്യമായിട്ടിരുന്നൊന്ന് വായിക്കണം. പത്രോസ് വന്ന് പ്രസംഗിച്ചു.
പ്രസംഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? 44 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു കൊടുത്ത ദൈവദാസനെ. 10:44 മുതൽ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പൊ ഈ 5 യോഗ്യത ഉള്ളപ്പോഴും എന്തില്ല? പരിശുദ്ധാത്മാവില്ലായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട തുരുത്തിമൂല ദേശവാസിയെ, നിങ്ങൾ ഭക്തനായിരിക്കാം, എതിർക്കുന്നില്ല. നിങ്ങൾ ദൈവഭയമുള്ള വ്യക്തിയായിരിക്കാം, എതിർക്കുന്നില്ല. ആര് ചോദിച്ചാലും നന്മ ചെയ്യാൻ കൊടുക്കാൻ മനസ്സുള്ള വ്യക്തിയായിരിക്കാം താങ്കൾ, എതിർക്കുന്നില്ല. എപ്പോഴും പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം, എതിർക്കുന്നില്ല. താങ്കൾക്ക് ദർശനം കാണാനുള്ള കൃപയൊക്കെ സഹോദരി താങ്കൾക്കുണ്ടായിരിക്കും, എതിർക്കുന്നില്ല. പക്ഷെ അതിനൊന്നും പരിശുദ്ധാത്മാവ് വേണമെന്നില്ല. ഇതൊക്കെ ചെയ്തതുകൊണ്ട് ആത്മാവ് നിന്റെ കൂടെ ഉണ്ടെന്ന് അർത്ഥമില്ല. അതിന് വചന കേൾവി വേണ്ടി വന്നു. ഇന്ന് രാത്രി നീ വചനം കേൾക്കുമ്പോൾ തന്നെ നിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ ചലനമുണ്ടാകും. ഇന്ന് രാത്രി ഈ വചനം നിന്റെ കാതുകളിൽ വന്ന് പതിക്കുമ്പോൾ നിന്റെ ഉള്ളത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ചലനമുണ്ടാകും. ആ പരിശുദ്ധാത്മാവിന്റെ ചലനം അവരുടെ മേൽ കടന്നു വന്ന് അവരെല്ലാവരും അന്യ ഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും കണ്ടിട്ട് അവർ വിസ്മയിച്ചിട്ട് ഒടുവിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? വായിച്ചേ, അതിന്റെ ഒടുവിലത്തെ വാക്യം വായിച്ചേ. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസം അവിടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. കണ്ടോ പട്ടാളക്കാരൻ എന്തിന് സ്നാനപ്പെടണം? ഇന്നും പൊതുസമൂഹം നമ്മളോട് ചോദിക്കുക, ഞാൻ അധികാരിയാ, എനിക്ക് ജോലിയുണ്ട്, എൻ്റെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ ഭക്തനാണ്, ദൈവഭയമുള്ളവനാണ്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, കൃത്യമായി കൊടുക്കേണ്ടതൊക്കെ പള്ളിയിൽ കൊടുക്കുന്നുണ്ട്, ദർശനം കാണുന്നുണ്ട്, ഞാൻ എല്ലാവർക്കും നന്മ ചെയ്യുന്നു, ഞാൻ എന്തിനു സ്നാനപ്പെടണം? ഈ പട്ടാളക്കാരൻ എന്തിനു സ്നാനപ്പെടണം? നിങ്ങൾ തീരുമാനിക്കുക. ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത്, സുവിശേഷത്തിൻ്റെ മുഖം മാറ്റരുത്. സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടത് വീടിനും കാറിനും ലോറിക്കും വിസ ശരിയാകാനും കൊച്ചിനെ കെട്ടിക്കാനും അല്ല. ഇവിടെ യേശുവിൽ വിശ്വസിക്കാത്ത ആളുകളെല്ലാം മാന്യമായി ജീവിക്കുന്ന നാടായത്. അവർ ചോദിക്കുക, ഞങ്ങൾ പിന്നെ എന്തിന് നിങ്ങളുടെ കൂടെ വരണമെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം, ഇന്ന് വീണ് മരിച്ചാൽ, നീ ഇന്ന് രാത്രി വീണ് മരിച്ചാൽ, ഇന്ന് രാത്രി നിന്റെ പ്രാണനെ ദൈവം ചോദിച്ചാൽ, സഹോദര സഹോദരി, നിന്റെ ആത്മാവിന്റെ നിത്യത നീ എവിടെ ചെലവഴിക്കുമെന്ന ചോദ്യത്തിന് ഇന്ന് രാത്രി ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, നീ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുക.